നമസ്കാരം. ആ ഇരുണ്ട കാലം എന്നാണ് ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ടാഗ് ലൈൻ. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ വികസനങ്ങളൊക്കെ റദ്ദ് ചെയ്യാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണത്. വാസ്തവത്തിൽ ഇരുണ്ട കാലം പിണറായി ഭരണത്തിൻ്റേതായിരുന്നു, പിണറായി പകയുടേതായിരുന്നു. ആ പകയുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളാണ് മറുനാടൻ മലയാളി കുടുംബം. 2023 പക തീർക്കാൻ പിണറായി രംഗത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ അനുഭവിച്ച ആ ദുരന്തകാലത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണിത്. അന്ന് ഇരയായ മറുനാടൻ്റെ സുഹൃത്തുക്കളുടെയും ജീവനക്കാരുടെയും ജീവിതകഥ. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും മുമ്പ് മറുനാടനെ സ്നേഹിക്കുന്നവർ മറക്കരുതാത്ത ഒരു ഓർമ്മപ്പെടുത്തൽ. 2014-16 കാലഘട്ടത്തിൽ മിന്നൽ പിണറായി എന്ന അപരനാമം സ്വീകരിച്ചുകൊണ്ട് പിണറായി കേരളം പിടിക്കാൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ ഒപ്പമുണ്ടായിരുന്നു ഞങ്ങളും. കേരളത്തിൽ അഴിമതിയില്ലാത്ത ഇച്ഛാശക്തിയുള്ള ഒരു ഭരണം വരും എന്ന തെറ്റിദ്ധാരണയിലായിരുന്നു ആ പിന്തുണ. എന്നാൽ ഒന്നാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി കോടികൾ മുടക്കിയപ്പോൾ തന്നെ നിരാശയുടെ ദിനങ്ങൾ ആരംഭിച്ചു. TP ചന്ദ്രശേഖരനെ 51 വെട്ടിക്കൊന്ന കൊടിസുനിമാർക്ക് ജയിലിൽ സുഖജീവിതം അനുഭവിച്ചതിൻ്റെ തെളിവുകൾ ഞങ്ങൾ പുറത്തുവിട്ടപ്പോൾ ഞങ്ങളെ അവർ ശത്രുക്കളായി പ്രഖ്യാപിച്ചു. അന്നു മുതൽ തുടങ്ങിയതാണ് മറുനാടനോടുള്ള പിണറായിയുടെയും CPM-ൻ്റെയും പക. അത് മൂർധന്യത്തിലെത്തിയത് 2023 2023 മെയ് മാസത്തിൽ ഒരു കോടീശ്വരനെ മുൻപിൽ നിർത്തിക്കൊണ്ടായിരുന്നു ആദ്യത്തെ നിഴൽ യുദ്ധം. ആ യുദ്ധത്തിൽ വിജയിക്കും എന്ന ആത്മവിശ്വാസത്തിൽ പിണറായിസ്റ്റുകൾക്ക് വേണ്ടി മാമാപ്പണി ചെയ്യുന്ന ഒരു പ്രവാസി എയർപോർട്ടിൽ വെച്ച് മർദ്ദിച്ചു എന്ന കള്ളക്കഥയുണ്ടാക്കി. തുടർന്ന് പോസ്റ്റർ ബോയിയുടെ ചുമതലയേറ്റെടുത്ത് PV അൻവർ എന്ന കളങ്കിതനായ രാഷ്ട്രീയക്കാരൻ രംഗത്ത് വരുന്നു. ഫേസ്ബുക്കിലൂടെ കൊലവിളി ആരംഭിക്കുകയാണ്. ഉടുപ്പൂരി തെരുവിലൂടെ നടത്തും, 6ാം നിലയിൽ നിന്നും താഴെ ഇറക്കും, ജയിലിലടയ്ക്കും, ഇതൊക്കെ പറഞ്ഞിട്ടേ ചെയ്യൂ എന്ന തരത്തിലുള്ള യുദ്ധപ്രഖ്യാപനം. അന്നു മുതൽ തുടർച്ചയായി കള്ളക്കേസുകളുടെ ഒരു നിര തന്നെ മറുനാടനെതിരെടുത്തു. ഒന്നിനുമേൽ ഒന്നായി അനേകം കേസുകൾ. കുന്നത്തുനാട് MLA PV ശ്രീനജനെ കൊണ്ട് കള്ളപ്പരാതി കൊടുപ്പിച്ച് SC/ST അട്രോസിറ്റി ആക്ട് ചുമതലപ്പെടുത്തി ജാമ്യമില്ലാതെ ജയിലിലടയ്ക്കാനായിരുന്നു ഇക്കൂട്ടത്തിൽ ഏറ്റവും വലിയ ചതിയുടെ ഭാഗമായി ഒരുക്കിയ തിരക്കഥ. സുപ്രീം കോടതി വരെ പോയി അതിൽ വിജയം നേടിയപ്പോൾ അനേകം കള്ളക്കേസുകൾ ഒന്നിനുമേൽ ഒന്നായി എടുക്കുന്നു. താഴത്തെ കോടതികൾ മുതൽ സുപ്രീം കോടതി വരെ അനേകം നിയമ പോരാട്ടങ്ങൾ. അനേകം തവണ പിണറായി പോലീസിന്റെ പകയ്ക്ക് ഒഴിഞ്ഞു മാറാൻ വേണ്ടി മാറി നിൽക്കലുകൾ. ഓഫീസിൽ കയറി ഇറങ്ങി സകല കമ്പ്യൂട്ടറുകളും മൗസ് പാഡുകളും വരെ തട്ടിക്കൊണ്ടുപോവൽ. സകല ജീവനക്കാരുടെയും ബന്ധുക്കളുടെയും വീടുകളിൽ പോലീസ് കയറി ഇറങ്ങി ഭീഷണിപ്പെടുത്തൽ. ആരെങ്കിലും ജോലി ചെയ്യുന്നത് മതിയാക്കാൻ വേണ്ടി പോലീസിന്റെ ഭീഷണിയും സമ്മർദ്ദവും. ആര്യ രാജേന്ദ്രൻ എന്ന മേയറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ മറുനാടൻ ഓഫീസ് അടച്ചുപൂട്ടാൻ നഗരസഭയുടെ ഗൂഢാലോചനയും നോട്ടീസും. വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ മുമ്പിൽ നിർത്തി മറുനാടൻ ഓഫീസിലേക്ക് വമ്പൻ പ്രകടനം. അങ്ങനെ 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 എണ്ണിയാൽ തീരാത്ത കൊടിയ പീഡനത്തിന്റെ നാളുകളായിരുന്നു അത്. ആ പീഡനത്തിൽ മറുനാടൻ ജീവനക്കാർ മാത്രമല്ല, മറുനാടനുമായി ഏതെങ്കിലും തരത്തിൽ സൗഹൃദമുള്ളവർ പോലും പ്രതിക്കൂട്ടിലായി. ഇപ്പോൾ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് പത്തനംതിട്ട പ്രസ് ക്ലബ് സെക്രട്ടറിയും ഈ സംഭവ സമയത്ത് മംഗളം ദിനപത്രത്തിന്റെ പത്തനംതിട്ട ലേഖകനുമായിരുന്ന G. വിശാഖനാണ്. വിശാഖൻ എന്നോട് സൗഹൃദമുണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രം പോലീസിന്റെ പകയ്ക്ക് ഇരയായ ആളാണ്. വിശാഖൻ പറയൂ, വിശാഖന്റെ അനുഭവം എന്ന് പറയൂ, അതായിരിക്കും നല്ലത്. അതിനകത്തെ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ നമുക്കൊരടുപ്പമുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അവിടുത്തെ വാർത്തകൾ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം വന്നാൽ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ തമ്മിലുള്ള ഒരു ഫോൺ കമ്മ്യൂണിക്കേഷൻ അതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് കണ്ടത്. അപ്പോൾ മറുനാടൻ വേട്ടയ്ക്ക് ഒരുങ്ങുന്നു എന്നുള്ള ഒരു സൂചന അതിൻ്റെ തലേന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് 2023 ജൂലൈ 3 എൻ്റെ വീട്ടിൽ ഇവർ വന്ന് കയറും. അപ്പോൾ നമുക്കത് അറിയാമായിരുന്നു. ഇവർ തലേന്ന് നമുക്കൊരു വിവരം കിട്ടി ഇങ്ങനെ വരുന്നുണ്ടെന്ന്. അങ്ങനെ തന്നെ 2023 ജൂലൈ 3 രാവിലെ 6 മണിയായപ്പോൾ വീട്ടിൽ വരുന്ന ഈ പോലീസുകാർക്കൊക്കെ വീട്ടിലേക്ക് കയറാൻ മടിയാണ്. ഇവർക്കെല്ലാം നമ്മളെ അറിയാവുന്നവർ, നമ്മളെ കൃത്യമായിട്ട് അറിയാം, നമ്മളുമായിട്ട് നല്ല ബന്ധമുള്ള പോലീസുകാരാണ്. അപ്പം അവർ വളരെ മടിച്ചാണ് ഇത് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കയറിക്കോ, ഞാനിത് നേരത്തെ അറിഞ്ഞായിരുന്നു. അങ്ങനെ ഇവർ വരുന്നു, നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നു. വിളിച്ചുകൊണ്ട് പോയിട്ട് കഴിയുന്ന അന്നത്തെ പത്തനംതിട്ട CI ആയിരുന്നു ജിബു ജോണും DYSP ആയിരുന്ന നന്ദകുമാർ ഈയിടെ വേറൊരു കേസ് സസ്പെൻഷനിലായിപ്പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ നമ്മളെങ്കിൽ പറഞ്ഞു വിട്ടു, നിങ്ങൾ ബുക്കോ. എന്നോട് നന്ദകുമാർ പറഞ്ഞു അണ്ണ ഇവിടെ അണ്ണൻ ബുക്കോ എണ്ണാന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞു വിട്ടു. ഞാനിങ്ങ് പോകുന്ന കഴിഞ്ഞ് രണ്ടാമത് എന്നെ വിളിച്ചു വരുത്തിയിട്ടാണ് എൻ്റെ ഫോൺ പിടിച്ചെടുക്കുന്നത്. പിടിച്ചെടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ഈ DYSP തന്നെ പറഞ്ഞു,
മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ്. നിങ്ങൾക്ക് ഇതിനകത്തൊരു ബന്ധമില്ലെന്ന്, നിങ്ങൾ ഷാജിൻ്റെ സുഹൃത്തായതുകൊണ്ട് മാത്രമാണ് ഇത് പിടിക്കുന്നത്. പക്ഷേ നിങ്ങളെ ഇങ്ങനെ കൊണ്ടുവരാനല്ല അവർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കണം, നിങ്ങളുടെ വീട് മുഴുവൻ ഇളക്കി മറിക്കണം, വീടിനകത്തിരിക്കുന്ന സകല തുണിത്തരങ്ങളും അലമാരകളും എന്തൊക്കെയുണ്ട് അതെല്ലാം വലിച്ചു വാരി എറിയണം, നാട്ടുകാർ മൊത്തം അറിയണം, എന്നിട്ട് നിങ്ങളെ പിടിച്ച് ഈ വണ്ടിക്കകത്തിട്ട് കൊണ്ടുവരണം. അതാണ് ഇവർക്ക് കിട്ടിയ നിർദ്ദേശം. പക്ഷേ അതിനുള്ള ധൈര്യം ഈ പോലീസുകാർക്കില്ല, ഈ വരുന്ന CIക്കും ഇല്ല, ആർക്കും ഇല്ല. കാരണം നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകനാണെന്ന് മാത്രമല്ല, നമ്മുടെ പേരിൽ വേറെ കളങ്കിതമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കേസ് പ്രതിയല്ല, ഞാൻ ഈ കേസിൽ പ്രതി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. പ്രതിയല്ല, സാക്ഷിയല്ല, ഒന്നുമല്ല. ഞാൻ ഈ കേസുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. അപ്പം നേരെ ഇവർ പോകുന്നു, അവിടെ ചെല്ലുന്നു, ഇതെല്ലാം പറയുന്നു. അപ്പോൾ അപ്പോഴും നമ്മൾ പറയുന്നുണ്ട് എൻ്റെ ഫോൺ പിടിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല, ഞാൻ ഈ കേസിൽ പ്രതിയല്ല. അപ്പം ഇവർ തന്നേ പറ്റൂ എന്ന് പറയും, നമ്മൾ കൊടുക്കുന്നു. പക്ഷേ എന്നെ തൊട്ടതാണ് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ മറുനാടൻ്റെ ഒരുപാട് ജീവനക്കാരെ ദ്രോഹിച്ചു. ഇവരുടെ എല്ലാം ഗാഡ്ജറ്റ്സുകളും ഫോണുകളും ലാപ്ടോപ്പുകളും എല്ലാം കൊണ്ടുപോയി. ഇതാകെ തിരിച്ചു കിട്ടിയത് എൻ്റെ ഫോൺ മാത്രമാണ്. നിങ്ങൾ കോടതിയിൽ പോയി എന്നെ തൊട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ ആദ്യം നമുക്കൊരു ചെറിയ എന്നെ സംബന്ധിച്ചോളം ഞാൻ വേറൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. എന്നെ വേട്ടയാടാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം എന്തായിരിക്കും, ഇതൊക്കെ എനിക്ക് വരുന്നുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനൊന്നും നോക്കിയില്ല. ഞാൻ നേരെ എറണാകുളത്ത് പോകുന്നു, നമ്മുടെ സുഹൃത്തിനെ കാണുന്നു, അവിടെ ചെന്ന് ഹൈക്കോടതി കയറും. ഹൈക്കോടതി കയറി കൃത്യം ജൂലൈ 3 എൻ്റെ ഫോൺ കൊണ്ടുപോകുന്നു. ജൂലൈ 10 ഈ കേസ് ഹൈക്കോടതി വരുന്നു. ഹൈക്കോടതി വന്നപ്പോൾ ഇത് ആദ്യമേ ഈ കേസാണ് എടുക്കുന്നത്. ഈ കേസ് എടുത്തതുമല്ല കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹം സർക്കാരിനെയും പോലീസിനെയും എല്ലാം എടുത്തിട്ടിക്കും. എന്നിട്ട് അദ്ദേഹം ഒരു വിധി എഴുതി വെച്ചു, ഒരു കാരണവശാലും ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഫോൺ തക്കതായ കാരണമല്ല പിടിച്ചെടുക്കാൻ പാടില്ല. വാദിയും പ്രതിയും അല്ലാത്ത ഒരാൾ, അത് അയാളുടെ ജീവനോപാധിയാണ്, അയാളുടെ പ്രവർത്തന മേഖലയിൽ ഉൾപ്പെടുന്ന ഒരു ഉപകരണമാണ്, അത് അയാളുടെ സ്വകാര്യ സ്വത്താണ്, അത് പിടിച്ചെടുക്കാൻ പോലീസിന് ഒരു കാരണവശാലും അനുവാദമില്ല ഇപ്പോഴും. അതുകൊണ്ട് എന്തു പറ്റി, ഈ ഒറ്റ വിധി വന്നതുകൊണ്ട്, ഈ ഒറ്റ പരാമർശം കൊണ്ട് പുള്ളി ഇത് എഴുതുകയും ചെയ്തു. എഴുതിയത് കാരണം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇതിപ്പം ഇന്ത്യ മുഴുവൻ ഇത് പരാമർശിക്കപ്പെടും. വിശാഖൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ വിധി വെച്ചിട്ടാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ഫോൺ പിടിക്കുമ്പോൾ ആദ്യം വരുന്ന ഇപ്പോൾ ഒരു റെഫറൻസ് ആയിട്ട് മറ്റ് വക്കീലന്മാർ എഴുതി കൊടുക്കുന്ന ഇതാണ്. പക്ഷേ നിങ്ങളുടെ ഫോൺ കിട്ടാൻ പിന്നെ തന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ജഡ്ജി മാറുന്നു, വേറൊരു ജഡ്ജി വരുന്നു, ഇവർ തട്ടിക്കളിക്കുന്നു. അവസാനം ഒരു ജഡ്ജി വന്നിട്ട്, ബസന്ത് ബാലാജി എന്ന് പറയുന്ന ജഡ്ജി വന്നിട്ട്, ഈ ഫോൺ നിങ്ങൾ താഴെ കോടതിയിലാണുള്ളത്, പോയി എടുത്തോളാം. അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്, ഈ ഫോൺ ഞങ്ങൾ ഫോറൻസിക്, നമ്മൾ താഴത്തെ കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ താഴത്തെ കോടതി എന്ന് പറഞ്ഞിരിക്കുന്നു, അതായത് നമ്മൾ ഈ വിധി വരുമ്പോൾ ഫോണ് ഇവിടെയുണ്ട്, ഇവിടെ കോടതിയിലുണ്ട്. നമുക്ക് ഫോൺ വിട്ടുതരാൻ വിധി വരുമ്പോൾ ഫോൺ കോടതിയിൽ, താഴത്തെ കോടതിയിലുണ്ട്. നമ്മളത് അപ്പോൾ അന്വേഷിച്ചോടെ, അവിടുത്തെ പരിചയം വെച്ച് അന്വേഷിച്ചപ്പോൾ നമ്മുടെ ഫോണും എല്ലാ സാധനവും അവിടെ ഇരിപ്പുണ്ട്. ഈ വിധി വന്നതിൻ്റെ പിന്നാലെ ഇവർ ഈ സാധനം എടുത്ത് ഫോറൻസിക്ക് കൊടുത്തു. ഓർത്തോണം, ഹൈക്കോടതിയെ വരെ പിന്നെ എത്രത്തോളം ഈ കോടതിയോടും നിയമ സംവിധാനങ്ങളോടും പിണറായിസ്റ്റുകൾക്ക് വിധേയത്വമുണ്ടെന്നുള്ളതാണ് ഇത് എടുത്തു കൊടുത്ത. പക്ഷേ ഒരു കുഴപ്പമുള്ള എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനെല്ലാം രേഖയല്ലോ. കോടതി വിധി വന്ന് 3 ദിവസം കഴിയുമ്പോൾ ഇത് എടുത്തു കൊടുത്താൽ മനഃപൂർവ്വമാണെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പം അവിടെ ഇത് തിരിച്ചു കിട്ടാൻ വേണ്ടി, സാധനം തിരിച്ചു കിട്ടാൻ വേണ്ടി താഴത്തെ കോടതിയിൽ വക്കാലത്തിട്ടപ്പോൾ അവിടെ ഒരു സാധനമില്ല. ഈ സാധനം ഇവിടെ ഇല്ല, ഇത് പോയി, ഇത് ഇന്ന ദിവസം കൊടുത്തു. അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താ, ഹൈക്കോടതി എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോഴാണ് ഇത് ഇവരെടുത്ത് കൊടുക്കുന്നത്. കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഈ ഫോൺ വിട്ട് കിട്ടാൻ താഴത്തെ കോടതിയെ സമീപിക്കണം. നമ്മൾ ഈ താഴത്തെ കോടതിയെ സമീപിച്ചത് കോടതിയുടെ മുമ്പിൽ വരുന്ന ആ ഒരാഴ്ച കൊണ്ട് ഇവരിത് എടുത്ത് അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ചായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു, ശരിക്കും ദേഷ്യപ്പെട്ടു. പുള്ളി ഓപ്പൺ കോർട്ടിൽ ശരിക്കെടുത്തിട്ട് അലക്കി എല്ലാത്തിനും. മര്യാദയ്ക്ക് 4 ആഴ്ചയ്ക്കുള്ളിൽ കൊടുക്കാൻ പറ്റും, തിരിച്ചു കൊടുക്കണം, നിങ്ങൾ എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നോ അവിടെ നിന്ന് എടുത്ത് അയാളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ ഉത്തരവിട്ടു. അങ്ങനെ തന്നെയാണ് വിധി. ഇത് ഇങ്ങനെ വിധി വന്നു കഴിഞ്ഞ് 3 ആഴ്ചയായിട്ട് ഒരു അനക്കമില്ല. അപ്പോൾ എന്നോട് എൻ്റെ വക്കീൽ പറഞ്ഞു, ഒരു പണി ചെയ്യൂ വിശാഖം, വിളിക്കൂ, ആ എളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കൂ, അല്ല സെൻട്രൽ പോലീസ് സ്റ്റേഷൻ, DYSP അതായിരുന്നല്ലോ. അപ്പോൾ അങ്ങോട്ട് വിളിക്കുന്നു. അങ്ങോട്ട് വിളിക്കുന്നുണ്ടേ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിധി കിട്ടിയിട്ട്. ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി, 4 ആഴ്ചക്കുള്ളിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞ വിധി, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിധിപ്പകർപ്പ് കിട്ടിയിട്ടില്ല, ഇത് ഏത് വിധിയാണെന്ന് ചോദിക്കുക. അപ്പം എന്നോട് വക്കീൽ പറഞ്ഞു, ഒരു പണി, ഒരു രജിസ്റ്റേർഡ് ലെറ്റർ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്യാം, നിങ്ങൾ പ്രിൻ്റ് എടുത്ത് അയച്ചു. 2ാമത്തെ ദിവസം അവിടെ കിട്ടി. 3ാമത്തെ ദിവസം അവിടുന്ന് ഒരു SI എന്നെ വിളിച്ചു, സാർ ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമ്മളെന്താ പറയുന്നത് അറിയോ, നമ്മൾ ഈ ഓർഡറിൻ്റെ കോപ്പി സഹിതം അയച്ചു. ഇനി നിങ്ങൾക്ക് കോടതി വിധി കിട്ടിയില്ലെങ്കിൽ ഈ കോടതി വിധി ഞാൻ നിങ്ങൾക്ക് തരുന്നു,
മെയിലും ചെയ്തു, ഇതും കൊടുത്തു. ഇത് കിട്ടിയില്ലെന്ന് പറയാൻ പറ്റത്തില്ല. പിറ്റേന്ന് ഒരു SI വിളിച്ചു ചോദിച്ചു, സാർ ഞാൻ അന്നേരം തഞ്ചാവൂർ നിൽക്കും, സാർ ഞാൻ ആ ഫോൺ എടുത്തുകൊണ്ട് വെച്ചിട്ട് സാർ ഞാൻ എപ്പോഴാണ് കൊണ്ടുവരേണ്ടത്? ഞാൻ പറഞ്ഞു നിങ്ങൾ കൊണ്ടുവരണ്ട, ഞാൻ കൊണ്ടുവരാം. ഞാനപ്പോൾ അവിടെ ചെന്നു. ഞാൻ ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ SI ഇതെല്ലാം എൻ്റെ കയ്യിൽ തന്നു, ഫോണെല്ലാം നോക്കിയിട്ട് എന്നോട് ഞങ്ങളോടൊന്നും തോന്നരുത്. പിന്നെ കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാളുടെ കയ്യിൽ നിന്ന് പിടിച്ച ഫോൺ തിരിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ നിയമ പോരാട്ടത്തെ ഞങ്ങൾ പോലീസുകാർ വരെ സല്യൂട്ട് ചെയ്യുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു. അല്ല, ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ കാര്യത്തിൽ സംഭവിച്ചതെന്താണെന്നറിയോ? നമ്മുടെ കാര്യത്തിൽ സംഭവിച്ചത് ഇത് തന്നെയാണ്. നമ്മുടെ കമ്പ്യൂട്ടറുകളെല്ലാം പോകുന്നു, ഹൈക്കോടതി കൊടുക്കാൻ പറയുന്നു, പക്ഷേ ഇവർ ഫോറൻസിക്കിൽ അയച്ചെന്ന് വരുന്നു. അതോടുകൂടി എന്ത് ചെയ്യാൻ പറ്റും? ഫോറൻസിക്കിൽ അയച്ചാൽ നമ്മുടെ കുറേ കഴിഞ്ഞാണല്ലോ പോകുന്നത്. ഫോറൻസിക്കിലാണ്. ഫോറൻസിക്കിൽ നിന്ന് കിട്ടുമ്പോൾ എത്ര കാലമാവും? ചിലതൊക്കെ അയക്കാത്തതൊക്കെ കിട്ടുമ്പോൾ അതിനകത്ത് വീണ്ടും പ്രശ്നം. അതിനകത്ത് ഹാഷ്ടാഗ് ഇട്ടെന്ന് തോന്നി, ഹാഷ്ടാഗ് ഇട്ട് നമ്മൾ ആ സാധനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫയൽ മാറിയെന്ന് വരും. പിന്നെ ഇപ്പം തെളിവില്ല അവരുടെ കയ്യിൽ, നമ്മൾ തെളിവ് നശിപ്പിച്ചെന്ന് പറയും. രസം ഒരു കാര്യം ഓർത്തോണം, ഒന്നുമില്ലാത്ത കേസിനാണ്. ആ കേസ് കാരണം ഷാജി സ്കറിയ കേരളം ഈ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യ മുഴുവൻ ഞാൻ പ്രശസ്തനായെന്ന് പറഞ്ഞ പോലെ എല്ലാ കോടതിയിലും. അപ്പൊ വേറൊരു കാര്യം കൊണ്ട് ഈ പറയുന്ന ഈ ജൂലൈ 10 എൻ്റെ ഈ കേസിന്റെ വിധി ഉച്ചയ്ക്ക് വരുന്നു, വിധിയല്ല പരാമർശം ഉച്ചയ്ക്ക് വരുന്ന അന്നാണ് നിങ്ങളുടെ അറസ്റ്റ് തടയുന്നത് ഇവിടെ സുപ്രീം കോടതി. അന്ന് വൈകുന്നേരമാണ് ഷാജി സ്കറിയയുടെ അറസ്റ്റ് തടഞ്ഞു. ഇത് രണ്ടും ഒറ്റ ദിവസമാണ് വരുന്നത്. ഈ രണ്ട് വിഷയം കൂടെ ഒന്നിച്ച് ആദ്യം നമ്മുടെ ഒരു അടി വരുന്നു, അതിന്റെ തൊട്ട് പുറകെ ഇതും വരുന്നു. ഇത് രണ്ടും കൂടെ ആയപ്പോഴത്തേക്ക് ഇവരാകെ വിരുണ്ടുപോയി. അന്ന് അതേ ദിവസം തന്നെയാണ്, ജൂലൈ 3 തന്നെയാണ് നമ്മുടെ ഓഫീസ് റെയ്ഡ് നടന്നത്. അന്ന് എല്ലാ ജീവനക്കാരും വീട് റെയ്ഡ് നടന്നു. ഞാനുമായിട്ട് കണക്ഷനുള്ള സകലരുടെയും ഏതെങ്കിലും തരത്തിൽ. ഇതെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അന്ന് കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ രഘു എന്ന് പറഞ്ഞൊരു പോലീസുകാരുണ്ട്. അദ്ദേഹം ഈ പോലീസിലെ ചില കൊള്ളരുതായ്മകളൊക്കെ വെളിയിൽ പറഞ്ഞ ആളായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. ഈ രഘു സാറിനെ ഞാനുമായിട്ട് പരിചയമുണ്ട് എന്ന് തോന്നി ഒരു ദിവസം രഘു സാറിന്റെ വീട്ടിൽ റെയ്ഡിനെത്തി. അദ്ദേഹത്തോട് സംസാരിക്കുക, അദ്ദേഹം പറയുന്നത് കേൾക്കാം. ഷാൻചേട്ടന്റെ സെഷൻസ് കോടതിയിലെ ജാമ്യം നിഷേധിച്ച് അന്ന് രാത്രി ഏകദേശം ഒരു 1:30 മണിയായപ്പോഴാണ് തൃശ്ശൂരുള്ള എൻ്റെ വീട്ടില് കൊച്ചി സിറ്റി പോലീസും തൃശ്ശൂർ സിറ്റി പോലീസ് 2 വണ്ടിയിൽ അവർ രാത്രി ഒരു 1:30 മണിക്ക് റെയ്ഡിനായിട്ട് വന്നത്. അപ്പോൾ ഗേറ്റിന്റെ അവിടെ നിന്ന് ഗേറ്റ് തട്ടി വിളിക്കാനായിട്ട് ഞാൻ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ വന്ന ഓഫീസർ എന്നോട് പറഞ്ഞു, ഷാജി സ്കറിയയുടെ കേസുമായിട്ട് വന്നിട്ട് അങ്ങേര് വേണ്ടി വന്നാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ചിരിയാ വന്നത് സത്യം പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു, ആ കയറി വാന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോലീസല്ലേ. ഞാൻ ഗേറ്റ് തുറന്ന് വാതിൽ തുറന്ന് അകത്ത് കയറി എല്ലാ മുറികളിലൊക്കെ പരിശോധിച്ചു. എന്റെ PR ആയിട്ട് ബന്ധപ്പെട്ട കുറെ ഫയലുകൾ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് പരിശോധിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ ഇത് ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ അത് സാറ് വേറെ ഒന്നും വിചാരിക്കരുത്, അത് അവിടെ മോളിൽ നിന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മോളിൽ നിന്ന് ആര് പറഞ്ഞു? പറഞ്ഞു അത് വ്യക്തമായിട്ട് അവർ പറഞ്ഞില്ല. അതിനോട് പറഞ്ഞു, ADGP പറഞ്ഞിട്ടുണ്ട് ഷാജിനെ കണ്ടുപിടിക്കാൻ സഹായിക്കുകയാണെങ്കിൽ എന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ചിരിയോ. ഞാൻ ചോദിച്ചു, ഷാജൻ സ്കറിയും ഞാനും തമ്മിൽ അതിന് മാത്രം എന്ത് ബന്ധമുള്ളത്? അദ്ദേഹം എന്നെ കുറിച്ച് 1-2 വാർത്ത എന്നെ കുറ്റം പറഞ്ഞും എന്നെ നല്ലത് പറഞ്ഞും വാർത്ത ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു ഗ്രൂപ്പിലുണ്ടെന്നല്ലാതെ വലിയ വ്യക്തിപരമായിട്ട് അടുപ്പമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഇവര് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാനും പുറത്തേക്ക് ഇറങ്ങി ചെന്നു. അപ്പോൾ 2 ജീപ്പ് അവിടെ കുറച്ച് മാറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ കുറ്റിക്കാട്ടിന്ന് ഒരാള് ഇറങ്ങി പോയിട്ട് ജീപ്പിൽ ബാഗുകളെ പോയി കയറണം. അപ്പൊ ഞാൻ ചോദിച്ചു, അതാരാന്ന് ചോദിച്ചു. അത് സാറേ, അത് കമ്മീഷൻ ഓഫീസറുള്ള ഉഷാർ ജയൻ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രേഡ് SI ഉണ്ട്, അയാളാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ ഉഷാർ എന്ന് പറഞ്ഞത് സ്വന്തം ബാച്ചിലുള്ളവർക്ക് പോലും പാര വെക്കണ ഒരാളാണ്. ഈ മിനിയാന്നാൾ അയാളുടെ ബാച്ച്മേറ്റ്സിന്റെ ഗ്രൂപ്പിൽ നിന്ന് അയാളെ റിമൂവ് ചെയ്ത് കളഞ്ഞു. അത്രയ്ക്ക് പോലീസുകാർക്ക് ഉപദ്രവം ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇയാള് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കാം മേലുദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ ഇയാൾ സ്ഥിരമായിട്ട് കമ്മീഷൻ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. IG ഓഫീസിൽ, കമ്മീഷൻ ഓഫീസിൽ മാത്രമേ റോട്ടിലിറങ്ങി ജോലി ചെയ്തിട്ടില്ല. അപ്പൊ ഈ വ്യക്തി IPSകാരെ മിസ്ലീഡ് ചെയ്യുന്നത് നേരത്തെയോടെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോ വന്ന് അവര് ഒരു 10-25 മിനിറ്റ് അവിടെ വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു എല്ലാം. അപ്പൊ ഞാൻ എന്റെ ഫോണൊക്കെ എടുത്തു കൊടുത്തു. നിങ്ങളെ ഫോൺ പരിശോധിച്ചു. എന്റെ ഫോൺ ഞാൻ അപ്പം തന്നെ തുറന്ന് വന്ന ഓഫീസർക്ക് കൊടുത്തു. അദ്ദേഹം അതൊക്കെ തുറന്നു നോക്കി, ചാറ്റുകളൊക്കെ നോക്കി. എന്നിട്ട് അവര് ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവര് പോയി. യാതൊരു നിയമപരമായ ഒരു ഇതുമില്ലാതെയാണ് രാത്രി 1:30 മണിക്ക് നമ്മുടെ വീട്ടിൽ കയറി വന്ന് ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തിയത്. ഷാജി ചേട്ടന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ ആദ്യത്തെ റെയ്ഡ് എന്റെ വീട്ടിലായിരുന്നു. ഒരുപാട് പേരുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയെന്ന് ഞാൻ പറഞ്ഞു കേട്ടിരുന്നു. ഞാൻ പിറ്റേ ദിവസം ഈ വിവരം നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറായിട്ട് സംസാരിച്ചപ്പോൾ ജയശങ്കർ സാറ് ചോദിച്ചത്, ഇവന്മാർ ഇത്രയ്ക്ക് പൊട്ടന്മാരാണോ എന്നാണ് ചോദിച്ചത്.
കാരണം ശരിയാണ്, എന്റെ വീട്ടിൽ ഞാൻ പോലീസിൽ ഇത്ര വർഷം ജോലി ചെയ്തിരുന്നത്, 10-12 വർഷം ജോലി ചെയ്തിരുന്ന ആളല്ലേ. എന്റെ വീട്ടിൽ രാത്രി 1:30 മണിക്ക് വന്ന് ഷാജൻസ്കറിയെ അന്വേഷിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഒരു ലോജിക്കില്ല അതിനകത്ത്. അപ്പൊ അന്ന് ഉണ്ടായ കാര്യങ്ങൾ അതാണ്. ഇതാണ് അവസ്ഥ. അപ്പൊ ഇത് വളരെ വിചിത്രമായ അപ്പൊ ഞാൻ പറഞ്ഞ ഇവരെ ഈ ഒരു കേസിന്റെ പേരിൽ ഇതെല്ലാം നടന്നു. അതെ, അന്ന് നമ്മുടെ ദുർഗയുടെ വീട്ടിൽ കയറിയിരുന്നു. അപ്പം ദുർഗ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള സ്റ്റാഫാണ്. ദുർഗ അന്ന് ജോലിക്ക് കയറിയതേ ഉള്ളൂ, കയറിയ സമയമുള്ളൂ. ദുർഗയുടെ വീട്ടിൽ പോയി പോലീസ് ഇതേ പണി ഒപ്പിച്ചു. ദുർഗയുടെയും കമ്പ്യൂട്ടർ എടുത്തോണ്ട് പോയി. ദുർഗ പറയട്ടെ എന്തായിരുന്നു ദുർഗ അന്ന് മറുനാടൻ വേട്ടയിൽ? അന്ന് ദുർഗ വന്ന സമയത്തല്ലേ എന്തായിരുന്നു സംഭവിച്ചത്? വന്ന സമയമല്ല, വന്ന് കുറച്ച് വർഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. രാവിലെ പോലീസ് വന്നു, 2 വട്ടം പോലീസ് വന്നു. ആദ്യം എൻ്റെ സിം അഡ്രസ്സ് നോക്കി നെടുമങ്ങാട് വന്നു. അപ്പോഴാണ് ഞാൻ അവിടെ അല്ല താമസം, ഇപ്പോൾ കരോളത്താണ് താമസം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വന്നത്. രാവിലെ വന്നു, രാവിലെ തൊട്ടുള്ള റെയ്ഡ് ഒരു ഉച്ചയായി അപ്പോഴാണ് തീർന്നത്, 12-1 മണിയോളമായി. അപ്പോൾ അവർ പറഞ്ഞു സ്റ്റേഷനിലോട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റേഷനിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ വന്നിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റേഷനിൽ പോയി. ഞാനും എൻ്റെ അമ്മയും സ്റ്റേഷൻ്റെ അകത്ത് ഏകദേശം ഒരു 3-3:30 വരെ. അന്ന് സാറിന് കേസ് ഉണ്ടായിരുന്നു, സാറിന് കേസിനൊരു വിധി ഉണ്ടായിരുന്നു, 3 മണിക്ക് എന്തോ വിധി ഉണ്ടായിരുന്നു. അപ്പം ആ 3 മണി വരെ അവിടെ സ്റ്റേഷനിൽ ഇരുത്തിച്ചു. അവർ ഫുഡൊക്കെ മേടിച്ചു തന്നു പോലീസുകാർ, പക്ഷെ അതുവരെ ഇരുത്തിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീടെത്തി കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അരുവിക്കര പോലീസ് വന്നു. 2 വട്ടം പോലീസ് വന്നു. രാവിലെ റെയ്ഡ് ഉണ്ടായിരുന്നു, വൈകിട്ടും റെയ്ഡ് ഉണ്ടായിരുന്നു. വൈകിട്ട് പോലീസ് വന്നപ്പോഴാണ് ഫോൺ കൊണ്ടുപോയത്. ഫോൺ കൊണ്ടുപോകണം എന്ന് പറഞ്ഞത്. അപ്പം അന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ആ ഒരു അറിവൊന്നും ഇല്ലായിരുന്നിരിക്കാം. അപ്പം അതുകൊണ്ട് ചോദിച്ചിട്ടുമില്ല. അവർ വന്ന് ഫോൺ കൊണ്ടുപോയി. ഇതുവരെ ഫോൺ കിട്ടിയിട്ടില്ല, 3 വർഷമാണോ. അപ്പം ഇതുവരെ ഫോൺ കിട്ടിയിട്ടില്ല. അങ്ങനെയായിരുന്നു. അന്ന് ആദ്യം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കുറച്ച് നേരം ഇരുത്തി. 2 വട്ടം പോലീസ് വന്നു, രാവിലെയും വന്നു വൈകിട്ടും വന്നു. ഈ 2 സ്ത്രീകളെയാണ് സാധാരണ ഇങ്ങനെയുള്ള കേസിൽ സ്ത്രീകളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാറുള്ള പതിവില്ല. അത് ആ കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, പറഞ്ഞില്ലായിരുന്നു? അപ്പോൾ ആ സമയത്ത് അവർ വന്നേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അവർ ആദ്യം ഞങ്ങളെ ജീപ്പിൽ കൊണ്ടുപോകാനാണ് ഇരുന്നത്. അപ്പൊ ജീപ്പിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അച്ഛനില്ല, അച്ഛൻ ബോംബെയിലാണ്. അപ്പൊ അച്ഛനെ വിളിച്ചപ്പോ അച്ഛൻ സ്റ്റേഷനെ വിളിച്ചിട്ടാണ് പറഞ്ഞത് അവിടെ ചെന്നാ മതി എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചില്ല. പക്ഷെ ഒരു 2 hours അവര് ഏകദേശം 2 hours അവര് സ്റ്റേഷനകത്ത് ഇരുത്തി. ഈ 2 സ്റ്റേഷനിലും പോയി. അരുവിക്കര സ്റ്റേഷനിൽ പോയിട്ടില്ലായിരുന്നു. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു 1 മണിക്ക് എന്താണ് ഞങ്ങൾ പോയത്, 3 മണി വരെ ഇരുത്തിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, ബാക്കിയുള്ളവരോടൊക്കെ ചോദിച്ചു. പക്ഷെ എന്നോട് അങ്ങനെ ഒന്നും എന്നെ ടോർച്ചർ ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നറിഞ്ഞു. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ എന്നോടൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ 3-3:30 വരെ ഒരു പെൺകുട്ടി സ്റ്റേഷന്റെ അകത്ത് എത്ര നേരം ഇരിക്കുമ്പോഴുള്ളൊരു അതും കല്യാണം കഴിയാത്ത ഒരു വ്യക്തിയാണ്. 2 വട്ടം പോലീസ് വരിക. അതായിരുന്നു അവര് ജോലി നിർത്തി പോകാൻ ആവശ്യപ്പെട്ടു. അതായത് എന്തിനാ ജോലി, ഇങ്ങനെ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ടല്ലേ ഈ പ്രശ്നമൊക്കെ വരുന്നത്, ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്തൊക്കെ സംസാരിക്കുന്നുണ്ടല്ലേ പ്രശ്നം വരുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു. ഭീഷണി മുഴക്കി ജോലിയിൽ നിന്ന് ഒഴിവാക്കുക, സ്ഥാപനം തകർക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. അതായിരുന്നു പേടിപ്പിക്കുക. അതായത് ഒരു പെൺകുട്ടീനെ പേടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾ എന്തിനാണ് ഈ സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും നാളെ മുതൽ എന്നാ പിന്നെ പോണ്ടാന്ന് പേടിച്ച് മാതാപിതാക്കൾ പറയണമല്ലോ സ്വാഭാവികമായി. ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറി അല്ലേ? അതിനുശേഷം ഞാൻ ഇനി മറുനാടനിലെ ജോലി ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. അത് ഞാൻ മാത്രല്ല, എന്റെ അമ്മ അച്ഛനായാലും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് മാറണമെന്നോ ഇനി മാറരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശരിക്കും ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പൊ അനു പറഞ്ഞതും. അതായത് സ്ത്രീകളാണെന്നുള്ള ഒരു പരിഗണന പോലും, സ്ത്രീ സുരക്ഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ എന്ന് അഭിമാനിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഒരു സ്ത്രീ മറുനാടൻ മലയാളിലെ സ്റ്റാഫായി എന്നതുകൊണ്ട് മാത്രം കുറെ സ്ത്രീകളെ അവരിങ്ങനെ ബുദ്ധിമുട്ടിച്ചത് അല്ലേ? അതെ, തീർച്ചയായും. പിന്നീട് ആ ഒരു ദിവസം അല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഈ എന്തോ ഒരു പേപ്പർ കൊണ്ടുവരാൻ, എന്ത് പേപ്പറാന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ റെയ്ഡ് കഴിഞ്ഞിട്ട് ഒരു പേപ്പർ കൊണ്ടുവരാൻ പിന്നെയും പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. അത് വേറൊരു പോലീസാണ് വന്നത്. അന്ന് ഞാൻ അമ്മ ഈ പോലീസിന്റെ ശല്യം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് മാറ്റി നിർത്തിയേക്കായിരുന്നു. മാമന്റെ വീട്ടിലും അങ്ങനെയൊക്കെ നിർത്തിയേക്കുമായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് പോലീസ് എന്തോ ഒരു പേപ്പർ കൊണ്ടുവന്നു. അപ്പോഴും ഇതുപോലെ നാട്ടുകാരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് വന്നത്, ഇന്ന ആളുടെ വീട് എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പോഴും തുടരെ പോലീസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. ഒപ്പിട്ട് കൊടുക്കാനല്ല, അവരെന്തിന്റെ ഒരു പേപ്പർ ഒരു കൊണ്ടുവന്നു, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് സെർച്ച് വാറണ്ട് ആയിരിക്കും. കാരണം ആദ്യത്തെ ദിവസം വരുമ്പോ ഈ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ വാറണ്ട് സെർച്ച് വാറണ്ട് ഒന്നും കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് അതാണ് അതായത് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. എന്റെ വീട്ടിൽ ഇതുപോലെ വന്നിരുന്നു, സെർച്ച് വാറണ്ട് തന്നു. പക്ഷെ അത് ഞാൻ കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഈ സെർച്ച് വാറണ്ട് വിവാദത്തിലായി. എന്റെ സമയവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലത്തും ഇവർ ഈ ഒരു മുൻകരുതൽ സ്വീകരിച്ച് കാണണമായിരിക്കും. അതായിരിക്കും
സംഭവിച്ചത്. രണ്ടാമത് കൊണ്ടുവന്ന പേപ്പർ. അതാ എന്തായാലും നമ്മൾ ധീരമായിട്ട് തന്നെ നേരിട്ടു. അതെ, ഇപ്പോഴും ഇവിടെ തന്നെ ജോലിക്ക് തുടങ്ങി. അതെ, ഇപ്പൊ 6 വർഷമായി. ഏറ്റവും സങ്കടകരമായിരുന്നു അനുവിൻ്റെ വീട്ടിൽ പോയതാണ്. അനുവിൻ്റെ വീട്ടിലെ സാഹചര്യം അത്ര പോസിറ്റീവ് അല്ല. അനു അത് അനുഭവിച്ച വേദനയും ദുഃഖവുമാണ് വാസ്തവത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കൊച്ചിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്. അനു പറയട്ടെ, എന്തായിരുന്നു അനുവിനെന്ന് സംഭവിച്ചത്? രാവിലെ ഒരു 6 മണി, ഞാൻ ഇവിടെ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോൾ 6 മണിയോടുകൂടി അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, കുറേ പോലീസുകാർ വന്നിട്ടുണ്ട്, എന്തിനാണെന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അമ്മ ശരിക്കും പേടിച്ചു പോയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 10-15 പേരുണ്ടായിരുന്നു. ഇത്രയും പേരെ കണ്ടപ്പോഴത്തേനും അമ്മ ശരിക്കും പേടിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഷാജൻസ്കറി ഉണ്ടോ എന്ന് ചോദിച്ച് വീടിനുള്ളിലേക്ക് കയറി എല്ലായിടവും നോക്കി. മച്ചിന്റെ പുറത്ത് വരെ കയറി നോക്കി. ഞാൻ ഇവിടെയായിരുന്നു, ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടന് സുഖമില്ലാതെ കിടക്കുമായിരുന്നു. അപ്പം അവൻ്റെ പുതപ്പൊക്കെ ഇങ്ങനെ മാറ്റി നോക്കിയിട്ട് ഷാജൻസ്കറിയനെ എവിടെയാണോ ഒളിപ്പിച്ച് വെച്ചേക്കണേന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പോയി, കുറേ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പോയി കഴിഞ്ഞിട്ട് പിന്നെ അവർ അമ്മ ജോലി ചെയ്തുകൊണ്ടിരുന്ന കടയിൽ ചെന്നിട്ട് കുറേ എന്തൊക്കെ എഴുതി എടുത്തു. ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വന്നതാന്നൊക്കെ ചോദിച്ച് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാക്കി. ഈ അതിൻ്റെ ഒരു മെൻ്റൽ ട്രോമ കുടുംബത്തിന് ഒന്നാകെ ഉണ്ടായില്ലേ? തീർച്ചയായും. കാരണം നമ്മൾ വാടക വീട്ടിലായിരുന്നു. അപ്പം അവർ മാറാൻ പറയുമോ എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് വിളിച്ച് ക്ലിയർ ചെയ്തു. അതുപോലെ സ്ഥാപനത്തിലേക്കും ഞാൻ തന്നെ വിളിച്ചു. എന്തിനാ വന്നതെന്നൊക്കെ ചോദിച്ച് ആ സ്ഥാപനത്തിൻ്റെ ഓണർ എന്നെ വിളിച്ചായിരുന്നു. അങ്ങനെ സംസാരിച്ച് ക്ലിയർ ചെയ്തു. ഈ നമ്മളെ അപകീർത്തിപ്പെടുന്ന തരത്തിൽ വലിയ പെരുമാറ്റം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നു. ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പെട്ടെന്നൊരു പോലീസ് സംഘം കയറി വരിക എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് അയൽവക്കങ്ങൾക്കൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ബുദ്ധിമുട്ട് വന്നില്ലേ? കുറേ പേര് ചോദിച്ചു എന്നാണ് പറഞ്ഞത്. കടയിലെത്തിയ സമയത്ത് 10-15ഓളം പേര് പോലീസുകാർ അങ്ങോട്ട് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുമല്ലോ എന്തിനാന്നൊക്കെ. അങ്ങനെ ചോദിച്ചു, അമ്മയുടെ അടുത്ത് ചോദിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ ജോലിക്ക് പോകണ്ടെന്നല്ലോ അമ്മ പറഞ്ഞു. ഒരു വനിതാ പോലീസ് ഇങ്ങനെ പറഞ്ഞിരുന്നു, എന്തിനാണ് കുട്ടീനെ അവിടെ ജോലിക്ക് വിടുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു. നമ്മളിവിടെ ജോലിക്ക് വരും തടയാനുള്ള ഒരു ശ്രമം ഉണ്ടായി. അതെ. പിന്നെ വേറെ സ്ഥാപനത്തിലൊന്നും ജോലി കിട്ടില്ലായിരുന്നോ, എന്തിനാണ് അങ്ങോട്ട് പോയെന്നൊക്കെ ചോദിച്ചു. ഇതെന്തോ മോശം സ്ഥാപനമാണെന്നുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടായി. ഇപ്പോഴാ സംഭവം ഓർക്കുമ്പോൾ എന്ത് തോന്നുന്നു അനുവിന്? ഇപ്പോൾ ശരിക്കും ഇപ്പോഴത്തെ അന്നത്തെ ഒരു ഭീതി ഇപ്പോഴും മനസ്സിലുണ്ടോ? അത് എന്നെ സംബന്ധിച്ചെടുത്ത് ഇല്ലെങ്കിലും അമ്മയ്ക്ക് പെട്ടെന്ന് ഇത്രയും പേരെ കണ്ടപ്പോഴേ ആ ഒരു പ്രശ്നം, വീട്ടുകാർ മാറാൻ പറയുമോ എന്നൊക്കെ ഉള്ള ഒരു പേടിയുണ്ടായിരുന്നു. എന്നിട്ട് പിന്നീട് ആ വീട് മാറേണ്ടി വന്നോ? ഇല്ല, ഞാൻ വിളിച്ച് സംസാരിച്ചു. അവർക്ക് കാര്യം ബോധ്യമായി, നമ്മളെ വേട്ടയാടുകയായിരുന്നു എന്നുള്ളത് ബോധ്യം. അടുത്ത് പറയേണ്ട ഒരാൾ രാഖിയായിരുന്നു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടറായിരുന്നു. നമ്മുടെ നന്നായിട്ട് തമാശ അവതരിപ്പിച്ചിരുന്നു. പക്ഷെ അന്ന് രാഖിയുടെ വീട്ടിൽ പോലീസ് കയറുന്നു. രാഖിയുടെ വീട്ടിൽ പോലീസ് സഹായിക്കാൻ നമ്മളായിട്ടില്ല. കാരണം നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ എല്ലാം ഫോൺ മേടിച്ചു. ഒന്ന് ഞാൻ ഒളിവിലാണ്. അതെ. പിന്നെ രണ്ടാമത് ഉത്തരവാദിത്വം കൊണ്ട് മഞ്ജുവിന്റെ മേൽ വേറൊരു കേസെടുത്ത് മഞ്ജു മാറി നിൽക്കുവാണ്. എല്ലാവരും മാറി. മഞ്ജുവിനെ പിടിക്കാൻ. പിന്നെ അനിയന്മാർ 2 പേരായിരുന്നു. സോജനായിരുന്നു നിൽക്കുന്നത്. പക്ഷേ അവർക്ക് അവരുടെ പരിമിതിയുണ്ട് പ്രശ്നം. മാത്രമല്ല എല്ലാവരുടെയും മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചു. ഇവിടെ റെയ്ഡ് നടക്കുമ്പോഴാണ് രാഖിയുടെ വീട്ടിൽ പോകുന്നത്. അപ്പം രാഖിയുടെ വീട്ടിൽ പോലീസ് വരുമ്പോൾ രാഖി സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത് ഒരു സഹായമാണ്. അതെ. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന അന്നേരത്തെ സാഹചര്യത്തിൽ സഹായിക്കാൻ പറ്റിയില്ല. അത് രാഖിക്ക് വലിയ ബുദ്ധിമുട്ടായി. അതെ. രാഖി അങ്ങനെയാണ് പിന്നെ തുടർച്ചയായിട്ട് രാഖിക്ക് അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഈ രാഖിയുടെ വീട്ടിലല്ല, എനിക്കത് രാഖിയുടെ ബന്ധുക്കളുടെ വീട്ടിലും കണ്ടാ കയറിയത്. അതെ. അതുണ്ടാക്കിയ ബുദ്ധിമുട്ട് ചില്ലറയല്ല. പിന്നെ ആരാ? സോബിനോട് ചോദിക്കാം. നമ്മുടെ ഏറ്റവും സീനിയർ എഡിറ്ററാണ് സോബിന്റെ വീട്ടിൽ കയറിയിട്ട് എന്തൊക്കെ സീൻ ഉണ്ടാക്കിയെന്നറിയോ? ഇപ്പോഴും സോബിന് പിണക്കാണ്. അവൻ്റെ പിള്ളേർ കളിച്ചുകൊണ്ടിരുന്ന ഐപാഡൊക്കെയാണ് കൊണ്ടുപോയത്. അത് അന്ന് നമുക്ക് ഉണ്ടായിരുന്ന റിപ്പോർട്ടർമാരിൽ ഏറ്റവും പ്രധാനം പീയൂഷാണ്. കൊച്ചിയിൽ പീയൂഷ് അതിനകത്തൊരു ബുദ്ധി കാണിച്ചു. പീയൂഷിൻ്റെ ഒരു ഐഫോൺ ഉണ്ടായിരുന്നു. പീയൂഷ് യുവമാർ റെയ്ഡിന് വരുമെന്ന് കണ്ടപ്പോഴേ പീയൂഷ് ഈ ഐഫോൺ മാറ്റി കഴിഞ്ഞിട്ട് ബാക്കി സാധനം എല്ലാം എടുത്തുകൊണ്ട് പോയി. പീയൂഷ് ഇപ്പം നമുക്കൊപ്പം ഉണ്ട്. പീയൂഷ് അത് പറയും. ഇതിനകത്ത് ഏറ്റവും കൂളായിട്ടിരുന്ന പീയൂഷും ദിലീപുമാണ്. അതെ. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാരണം ഈ പോലീസ് റെയ്ഡിന്റെ വാർത്തകളൊക്കെ ഫോട്ടോ കാണുമ്പോൾ പീയൂഷും ദിലീപും ഒരു തരത്തിലുള്ള കൂസലും ഇല്ലായിരുന്നു. അതിനെ ഒരു തരത്തിലും ഇതിനെ ഒരു സീരിയസ് ആയിട്ട് കരുതിയിരുന്നു. എന്തായാലും പീയൂഷ് അനുഭവം പറയട്ടെ. നമസ്കാരം സാർ. അന്നത്തെ ദിവസം പുലർച്ചെ ഒരു 6:30 മണിയോട് കൂടിയിട്ടാണ് കൊച്ചി സെൻട്രൽ ACP ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നമ്മൾ ഓഫീസായിട്ട് പ്രവർത്തിക്കുകയും താമസിക്കുകയും ചെയ്യുന്ന എടപ്പള്ളിയിലെ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ എത്തി അവർ കതകിൽ തട്ടി വിളിക്കുമ്പോഴാണ് ഞങ്ങൾ എഴുന്നേൽക്കുന്നത്. അന്ന് നമ്മുടെ കൂടെ മറ്റ് 2 സ്റ്റാഫുകൾ കൂടി ഉണ്ടായിരുന്നു.
തലേ ദിവസം ഒരുപാട് ജോലികളുള്ളതുകൊണ്ട് ലേറ്റായിട്ടാണ് കിടന്നത്, എഴുന്നേൽക്കാൻ താമസിക്കുകയും ചെയ്തു. അങ്ങനെ ഇവർ വിളിച്ചപ്പോൾ നമ്മൾ ചെന്ന് ഡോറ് തുറക്കുന്നു, പോലീസ് സംഘത്തെ കാണുന്നു. അപ്പോൾ തന്നെ മനസ്സിലായി നമ്മുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെയ്ഡാണെന്ന്. എന്നോട് പറഞ്ഞു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെയ്ഡാണ്, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കണം എന്ന് പറയുന്നു. റൂമിലെല്ലാം കയറി പരിശോധിച്ചു. അതിനുശേഷം ലാപ്ടോപ്പ് പരിശോധിക്കുന്നു, മെമ്മറി കാർഡ് പരിശോധിക്കുന്നു, USB പെൻഡ്രൈവ് പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധന നടക്കുന്നതിനിടയിലാണ് സൈബർ സെല്ലിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ എത്തുന്നു. അദ്ദേഹം വന്ന് നമ്മുടെ ലാപ്ടോപ്പൊക്കെ പരിശോധിക്കുന്നു, പിന്നീട് എൻ്റെ മൊബൈൽ ഫോൺ പരിശോധിക്കുന്നു, അതിൻ്റെ ലോക്കൊക്കെ മാറ്റി നോക്കുന്നു. എന്നോട് ഷാജൻ സ്കറിയ എവിടെയുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയില്ല, ഇനി അറിയാമെങ്കിലും ഞാൻ പറയില്ല എന്ന് താങ്കൾക്ക് അറിയാമല്ലോ എന്ന് ഞാൻ മറുപടിയും നൽകി. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ചിരിക്കുകയായിരുന്നു. ഇതെല്ലാം പൂർത്തിയാക്കുന്നതിനിടയിൽ ഇദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾക്കെന്താ ഒരു പേടിയും ഇല്ലാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തിനാണ് പേടിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചിരിയോടെ ഇങ്ങനെ എന്നെ ഇങ്ങനെ നോക്കുകയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഈ ലാപ്ടോപ്പും മെമ്മറി കാർഡും കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ സൈബർ സെൽ ഉദ്യോഗസ്ഥൻ്റെ കുറച്ച് പേപ്പർ വർക്കുകളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് ഈ ACP ആയിരുന്ന ജയകുമാർ, അദ്ദേഹം ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുണ്ട്, ആരെയോ ഫോണിൽ വിളിക്കുകയാണ്. ഫോണിൽ വിളിച്ചതിന് ശേഷം തിരികെ വന്നിട്ട് പറഞ്ഞു പീയൂഷിൻ്റെ മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ 2 മൊബൈൽ ഫോണും കൊണ്ടുപോയി. അതാണ് പിന്നീട് ഉണ്ടായത്. അതേസമയം അന്നേ ദിവസം തന്നെ രാവിലെ എൻ്റെ വീട്ടിലും ഈ പോലീസ്, കരുനാഗപ്പള്ളി പോലീസ് റെയ്ഡിനെത്തി. പക്ഷേ അവിടെ ഞാനില്ലെന്ന് കണ്ടുകൊണ്ട് അവർ വീട്ടിനകത്ത് കയറിയതൊന്നുമില്ല. പിന്നീട് തിരികെ പോകുന്ന ഇടയിൽ എൻ്റെ അനിയൻ വീട്ടിലില്ലായിരുന്നു. അവനെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അവനെ പോലീസ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു. അതിനുശേഷം വിട്ടയക്കുകയാണ് ഉണ്ടായത്. അത് വലിയ രീതിയിലുള്ള ഒരു പോലീസിൻ്റെ അതിക്രമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ഷാജൻ സ്കറിയ എന്ന താങ്കൾ ചെയ്ത ഒരു വീഡിയോയെ തുടർന്നുണ്ടായ കേസാണ്. ആ കേസിൽ എങ്ങനെയാണ് ഈ ജീവനക്കാർ പ്രതികളാകുന്നത്, അല്ലെങ്കിൽ ജീവനക്കാരുടെ വീടുകളിൽ എങ്ങനെയാണ് കയറുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ടായതാണ്. എന്തായാലും ഇത്തരത്തിൽ നമ്മുടെ എല്ലാ ജീവനക്കാരുടെയും വീട്ടുകളിൽ ഇത്തരത്തിൽ പോലീസ് ഈ തീവ്രവാദികളെയൊക്കെ പിടിക്കാൻ പോകുന്ന പോലെയാണ് ഒരേ സമയം കേരളത്തിലെ ഒട്ടുമിക്ക ജീവനക്കാരുടെയും വീട്ടിൽ, മറുനാടൻ മലയാളി ജീവനക്കാരുടെ വീടുകളിലും മുൻ ജീവനക്കാരുടെ വീടുകളിലുമൊക്കെ ഇത്തരത്തിൽ പോലീസ് പരിശോധന നടത്തിയത്. എന്തായാലും ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു, ഇത്രയും വർഷമായി. ഇതുവരെയും നമ്മുടെ മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഒന്നും പോലീസ് വിട്ടു നൽകിയില്ല. പലവട്ടം കോടതിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും വിട്ടു തരണമെന്ന് പറഞ്ഞിട്ടും തന്നിട്ടില്ല. ഇതൊക്കെ ഇപ്പോൾ നശിച്ചു പോയിട്ടുണ്ടാകാനാണ് സാധ്യത. എന്തായാലും കൊടിയ ഒരു പീഡനം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതും ഇടതുപക്ഷ സർക്കാരിനെ വിമർശിച്ചതിൻ്റെ പേരിലും ഒരു MLA അതിന് മുൻകൈയെടുത്ത് നമ്മളോട് ശത്രുത കാണിച്ചതുമാണ് ഇതിന് പിന്നിലെന്നുമുള്ള കാര്യമാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടത്. ഇതൊക്കെ ഓർത്തുകൊണ്ടാവും ഞാൻ ഇത്തവണത്തെ എൻ്റെ വോട്ടവകാശം രേഖപ്പെടുത്തുന്നത് കൊല്ലം കരുനാഗപ്പള്ളിയിലാണ്. ഞാൻ അവിടെ പോയി ഉറപ്പായിട്ടും എൻ്റെ ഈ സർക്കാരിനോടുള്ള പ്രതിഷേധം വോട്ടായിട്ട് അവിടെ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. അതുപോലെ പിന്നെ ഉണ്ടായിരുന്നു നമുക്കന്ന് കൊല്ലത്ത് ഒരു റിപ്പോർട്ടുണ്ടായി, ശ്യാം ഷാജി ഇപ്പൊ ഇല്ല, ഇപ്പൊ ശ്യാം ഫ്രീലാൻസ് ആണ്. പക്ഷേ ശ്യാം അന്നത്തെ ആ ദുരവസ്ഥ, അന്നുണ്ടായ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നൊരു ദുരവസ്ഥ, അദ്ദേഹം വളരെ ഒരു കഷ്ടപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് കൊണ്ടുപോയ ഫോണൊന്നും ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ലെന്നാണ് ശ്യാം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇപ്പോൾ ശ്യാം ഏതായാലും നമുക്ക് ഒപ്പമുണ്ട്. ശ്യാം പറയും അന്നുണ്ടായത് എന്താണ്, ശ്യാമിനെ നേരിടേണ്ടി വന്ന അനുഭവം എന്താണെന്ന് ശ്യാം പറയും. ചേട്ടാ നമസ്കാരം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു എനിക്കന്നുണ്ടായത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അന്ന് പിടികൂടി കൊണ്ടുപോകുന്നതിന് ഒരു ദിവസം മുമ്പ് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് എറണാകുളത്തുള്ള ഒരു ACP ജയകുമാറും അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ച് കുറച്ച് ദേഷ്യത്തോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നു നിങ്ങളുടെ വീട് എവിടെയാണ്, അല്ലെങ്കിൽ നിങ്ങളെ എന്തുകൊണ്ടാണ് നേരത്തെ ഫോൺ എടുക്കാത്തത്, അങ്ങനെ എനിക്ക് ഫോൺ വന്നിട്ടില്ല, അങ്ങനെ കുറച്ച് ഇതായിട്ട് സംസാരിക്കുക. എന്റെ അഡ്രസ്സൊക്കെ ചോദിച്ച് പെട്ടെന്ന് എഴുതിയെടുക്കുന്നു. അതിനുശേഷം ഒരു 10 മിനിറ്റ് പോലും ആകുന്നില്ല, കരുനാഗപ്പള്ളി സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് വിളിക്കുന്നു. അവരും എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം കുണ്ട്ര സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് വിളിക്കുന്നു, കൊട്ടാരക്കരയിൽ നിന്ന് വിളിക്കുന്നു, കൊട്ടിയത്ത് നിന്ന് വിളിക്കുന്നു. അങ്ങനെ ജില്ലയുടെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഒരു 6-6:30 എന്റെ വീട്ടിലെ കതവിനകത്തും ശക്തിയായിട്ട് ഇങ്ങനെ ആരൊക്കെയോ ഇട്ട് തട്ടുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഉണർന്നിട്ട് കതവ് തുറക്കുമ്പോൾ കാണുന്നത് ഒരു CI, അതുപോലെ തന്നെ SI, ഗ്രേഡ് SIമാര്, CPOമാര്, വനിതാ CPO, പിന്നെ ഒരു ക്യാമറ മാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇത്രയും പേര് ഞങ്ങളെ ഒരു കുഞ്ഞു വീട്ടിൽ ഇങ്ങനെ ഞെരുങ്ങി ഇടിഞ്ഞ് കയറി നിൽക്കുകയാണ്.
അപ്പൊ ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ആദ്യം ഒരു പേടി തോന്നി. എന്താണ് സാറേ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, തനക്ക് നിങ്ങളുടെ വീടൊന്ന് സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വീടിനകത്തേക്ക് കയറുന്നു. വീടിന്റെ കട്ടിലടിയിലും അവിടെ ഇവിടെ എല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ ഉപയോഗിക്കുന്ന ഫോൺ ഏതാണെന്ന് വെച്ചു. അങ്ങനെ ഞാൻ എന്റെ ഫോൺ കാണിച്ചു കൊടുക്കുന്നു. ആ ഫോൺ തന്നെ അവരുടെ കയ്യിലെടുത്തു. അതിനുശേഷം എന്നെ വീട്ടിൽ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറയുന്നു, ഞങ്ങള് ഷാജൻസ്കറിയ നിങ്ങളുടെ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്, നിങ്ങൾ അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള ഒരു അറിവ് ലഭിച്ചിട്ട് വരികയാണ്, അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു തെരച്ചിലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ സാറേ, ഞാന് പുള്ളിയായിട്ട് അധികം സംസാരിക്കാറ് പോലും ഇല്ല. എന്തെങ്കിലും വാർത്തയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവിടെ ഓഫീസിൽ തന്നെ മറ്റുള്ള ആളുകളുണ്ട്, അതിനുവേണ്ടി ഉള്ള ആൾക്കാർ, അവരുമായിട്ടാണ് കൂടുതൽ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇവര് വീട്ടിലെ ബാത്റൂം അടക്കം, അല്ലെങ്കിൽ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തോട് ചേർന്ന് ഒരു കുഞ്ഞു ഒരു ഷീറ്റൊക്കെ അടിച്ചുകൊണ്ട് ഒരു ചെറിയൊരു വീട് ആ സമയത്ത് തയ്യാറാക്കുന്നുണ്ട് സഹോദരിക്ക് വേണ്ടി. അപ്പൊ അവിടെയൊക്കെ ചെന്ന് കയറി നോക്കിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. നോക്കിയതിനു ശേഷം വന്നിട്ട് എന്റെ അടുത്ത് പറയുകയാണ്, നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. ഞാൻ പറഞ്ഞു, പോകാമല്ലോ സാറേ. അങ്ങനെ പെട്ടെന്ന് ഫ്രഷ് ആവാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷായി, ഡ്രസ്സൊക്കെ ഇട്ടു. അതിനുശേഷം ഞങ്ങളുടെ അവിടെ തന്നെ ഒരു CPM മുൻ മെമ്പർ അവരൊക്കെ വരികയാണ്. അവരെ കൊണ്ടൊക്കെ ഒപ്പിടിക്കുന്നുണ്ട്. അതായത് ഈ ഇന്ന ആളിനെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോവുകയാണ് എന്നുള്ള രീതിയിൽ ഒപ്പിടിക്കുന്നു. പിന്നെ അങ്ങനെ എന്നെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയുന്നു, നിങ്ങളെ മൊഴി രേഖപ്പെടുത്തി നിങ്ങളെ സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷം നിങ്ങളെ വിടും എന്നുള്ള രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുപോയിട്ട് എത്തിയതിനു ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക, അതിനുശേഷം നിങ്ങളെ വന്ന് മൊഴി എടുത്തിട്ട് നിങ്ങളെ വിടാമോ. അതിന് ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് 2 പോലീസ് ഉദ്യോഗസ്ഥർ, ഒരു വനിതാ CPയും ഒരു ഗ്രേഡ് SIയും വരുന്നു. അവരെന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനിടയിൽ സ്റ്റേഷനിലെ ഫോണിലേക്ക് സൈബർ സെല്ലിൽ നിന്ന് വിളിക്കുന്നു. എനിക്ക് ഫോൺ തരുന്നു, എന്റെ ഫോണിന്റെ ലോക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നു. അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ എന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാം അവർ രേഖപ്പെടുത്തി. അത് കൂടുതലും ഷാജൻസ്കറിയ എങ്ങനെയാണ് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. കമ്പനിയിൽ എങ്ങനെ ജോലി ചെയ്യുന്നു അടക്കം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ശേഷം എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട് എന്റെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി അന്ന് ലോൺ എടുത്തിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അതൊക്കെ പറയുന്നു. അതിനുശേഷം അതിനടുത്ത് പറയുന്നു, മൊഴിയെല്ലാം രേഖപ്പെടുത്തിയതിനു ശേഷം പറയുന്നു, നിങ്ങളെ ഇനി മുകളിൽ നിന്ന് വിളിച്ചു പറയണം, അതുവരെ നിങ്ങളൊന്ന് ഞങ്ങളുമായിട്ട് സഹകരിക്കണം എന്നുള്ള രീതിയിൽ അവിടെ ഇരുത്തിയാണ്. ഞാനെന്ന് ചോദിക്കും, സാറേ എന്താണ് സംഭവം? അത് നിങ്ങളുടെ ഓഫീസിലെ എല്ലാ സ്റ്റാഫിന്റെ വീട്ടിലും ഇപ്പോ റെയ്ഡ് കണക്കെയാണ് എന്ന് പറയുന്നു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ സമയം മണിക്കൂറുകൾ കഴിഞ്ഞു. രാവിലെ 6 മണിക്ക് കൊണ്ടുപോയ എന്നെ ഏകദേശം വൈകുന്നേരം 6:30 സമയത്ത് സിയുടെ റൂമിലേക്ക് വിളിച്ചിട്ട് എന്നോട് പറയുന്നു, ഞങ്ങളോട് ക്ഷമിക്കണം, ഇത് മുകളിൽ നിന്നുള്ള ഓർഡർ ആയിരുന്നു, നിങ്ങളെ വിട്ടയക്കാൻ പറയുന്നുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം അവിടുത്തെ ഒരു CPയോട് പറയുന്നുണ്ട്, ഒരു പ്രിവെന്റീവ് അറസ്റ്റ് എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തി വീട്ടുകാരുടെ ഇന്ന് ആധാറൊക്കെ വാങ്ങിച്ച് സ്റ്റേഷൻ ഞാൻ വിടാൻ പറയുന്നു. അങ്ങനെ അതിനുശേഷം എന്നെ വിടുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട്, സാറേ എന്റെ ഫോണുകൾ തരാമോ? പറഞ്ഞു, അത് തരാൻ ഇപ്പൊ കഴിയില്ല, അത് നിങ്ങൾ കോടതി വഴി ബന്ധപ്പെട്ട് വാങ്ങുക എന്നുള്ള രീതിയിലാണ് എന്നവർ സംസാരിച്ചത്. എനിക്ക് അതിന്റെ ആ ഒരു വിഷമം ഇപ്പോഴും ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഫോണ് ഞാൻ വിദേശത്ത് നിന്ന് വാങ്ങിയ ഒരു ഫോണായിരുന്നു. വിദേശത്ത് കുറച്ചാൾ ജോലി ചെയ്ത സമയത്ത് വാങ്ങിയ ഒരു ഫോൺ. മറ്റത് നമ്മുടെ ഒരു വീഡിയോ എടുക്കുന്നതിന് ആവശ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ അന്ന് കുറച്ച് ലോണൊക്കെ തരപ്പെടുത്തി വാങ്ങിയ ഒരു ഫോണ് വരും. 2 ഫോണുകളാണ് എനിക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടത്. അതിന്റെ ഒരു വിഷമം എനിക്ക് ഇപ്പോഴും ആ ഒരു വിഷമമുണ്ട്. പിന്നെ ഏതായാലും അതിനൊക്കെ ശേഷം ഞാൻ പോലീസുമായിട്ട് പിന്നൊക്കെ ബന്ധപ്പെട്ടു പോയി. പക്ഷെ ഫോണൊന്നും കിട്ടുന്നില്ല. അതിനുശേഷം ഞങ്ങളുടെ വീട്ടിലെ ഈ പറഞ്ഞ കണക്ക് വീടിന്റെ ലോൺ എടുത്തിരിക്കുന്ന ആ പേപ്പർ വേണമെന്നൊക്കെ അവർ ആവശ്യപ്പെട്ടു. അങ്ങനെ ബാങ്കിൽ ചെല്ലുന്നു, ബാങ്കിൽ നിന്ന് ആ പേപ്പറിന്റെ കോപ്പി വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ കുറേയേറെ നമ്മളെ ബുദ്ധിമുട്ടിച്ചായിരുന്നു ഒത്തിരി. പക്ഷെ ഇപ്പോഴും ആ ഒരു ദിവസം നമ്മൾ മറക്കാൻ കഴിയുന്നില്ല. കാരണം കുറേയേറെ CPMന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കുറേയേറെ, അറിയാലോ, കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ കുറേയേറെ ആ ഒരു മേഖലയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മേഖലയായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ താമസിക്കുന്ന വയനാട് പോലെയുള്ള സ്ഥലമൊക്കെ അങ്ങനെ ആയിരുന്നു. ഏതായാലും അവരൊക്കെ വലിയ രീതിയിലൊന്ന് ആഘോഷമാക്കി മാറ്റാൻ ശ്രമിച്ചാണ് കാരണം വൈകുന്നേരത്തോടു കൂടി ഞാൻ തിരികെ വന്നപ്പോൾ ഇവർക്കൊക്കെ എന്തോ ഒരു അത്ഭുതം കണക്ക് ആയിപ്പോയി. ഏതായാലും ആ ഒരു ജീവിതത്തിലെ ആ ഒരു അന്നുണ്ടായ ആ ഒരു ദിവസം ഒന്നും മറക്കാതെ മനസ്സിൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കോട്ടയം ലേഖകൻ എരുമേലിക്കാരനാണ് ശ്യാം. സത്യത്തിൽ അന്ന് ഒരുപാട് അനുഭവിച്ചു. കാരണം അവൻ ലോൺ എടുത്താണ് ഒരു വലിയ പുതിയ ഫോൺ.
അദ്ദേഹം നമ്മളന്ന് ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന സമയമാണ്, ക്യാമറ വെച്ചല്ല. അല്ലാതെ അപ്പോൾ അന്ന് ഈ ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്നോട് ശ്യാം പറഞ്ഞാണ്, ചേട്ടാ എൻ്റെ ഫോൺ ഞാൻ അന്ന് 35,000 രൂപയ്ക്ക് ഞാൻ ലോൺ എടുത്ത് വാങ്ങിയതാണ്. വാങ്ങിയതിൻ്റെ പിറ്റേന്നാണ് ഈ ഫോൺ കൊണ്ടുപോയി, ആ പുതിയ ഫോൺ. അത് മാത്രമല്ല ഈ ശ്യാം വന്ന അതിന്റെ മാനസികാഘാതം താങ്ങാനാവാതെ ശ്യാം പണി വിട്ടിട്ട് ജോലി നിർത്തി, പിന്നീട് വീണ്ടും വന്നതാണ്. ശ്യാം പറയും. രാവിലെ 7 മണിയോടെയാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള പോലീസ് സംഘം വീട്ടിലെത്തുന്നത്. ഞാനും അമ്മയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. മറുനാടൻ മലയാളിയുടെ ഉടമ ഷാജൻ സ്കറിയ ഒളിവിൽ പോയിരിക്കുന്നതായും ഈ വീടൊന്ന് പരിശോധിക്കണമെന്നുമാണ് പറഞ്ഞത്. എന്തോ ഒരു ഫോട്ടോസ്റ്റാറ്റ് പേപ്പർ പോലീസ് കാണിക്കുകയും ചെയ്തു. ഏതായാലും പോലീസ് ഉടൻ തന്നെ വീട്ടിനകത്ത് കയറി ഏതായാലും ആരുടെയൊക്കെയോ വാശി നിറവേറ്റുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പോലീസ് ഇവിടെ വന്ന് ഈ പ്രഹസനം കാണിക്കുന്നതെന്ന് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. ഏതായാലും പോലീസിൻ്റെ ജോലി അവർ ചെയ്തു. വീടിൻ്റെ കട്ടിലിനടിയിൽ വരെ അവർ പരിശോധന നടത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ തന്നെ ചോദിച്ചു, സാറേ, മറുനാടൻ മലയാളിയുടെ ഉടമ ഷാജൻ സ്കറിയയ്ക്ക് ഇവിടെ വന്ന് ഒളിവിൽ കഴിയേണ്ട യാതൊരു ആവശ്യവുമില്ല, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. എന്നാൽ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് മുകളിൽ നിന്നുള്ള ഓർഡറാണ്, അത് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നു. എൻ്റെ 2 ഫോൺ ഞാൻ ഉപയോഗിച്ചിരുന്നു. ആ ഉപയോഗിച്ചിരുന്ന 2 ഫോൺ പിടിച്ചെടുത്തു. കേടായ മറ്റ് 2 ഫോണുകളെ പിടിച്ചെടുത്തു. പിന്നെ മേളിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവരെ വിളിച്ച് ഡയറക്ഷൻ പറയുന്നുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ACP ജയകുമാർ ആണെന്ന് തോന്നുന്നു. ജയകുമാർ പറയുന്നത് അവരെങ്ങനെയാണ് അവൻ വാർത്തെടുക്കുന്നതിന് വേണ്ടി പോകുന്നത്. അപ്പോൾ പറഞ്ഞു ബൈക്കിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബൈക്ക് കൂടി കസ്റ്റഡിയിൽ എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ബൈക്കൊന്നും കസ്റ്റഡിയിൽ എടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൺ കൊണ്ടുപോകാം, ബൈക്ക് കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ SHO തന്നെ അത് ധരിപ്പിക്കുകയും ചെയ്തു. ഏതായാലും മാനസികമായ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് എനിക്കുണ്ടായത്. രാവിലെ പോലീസ് എത്തുന്നു. ഇതുവരെ എൻ്റെ പേരിൽ ഞാൻ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടതായി വന്നിട്ടില്ല. ഒരു പെറ്റി കേസ് പോലുമില്ല. മാധ്യമപ്രവർത്തനം ഒരു സേവനമെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും കാലം മാധ്യമപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് 20 വർഷത്തിന് മേളിലായി. പത്രമാധ്യമ രംഗത്ത് നിന്നും ഓൺലൈൻ മാധ്യമ രംഗത്തേക്ക് കയറിയ സമയമായിരുന്നു. മറുനാടൻ മലയാളി ഷാജൻ സ്കറിയാണ് എനിക്ക് ഒരു അവസരം നൽകിയത്. അതിപ്പോൾ തന്നെ ഇത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും മാധ്യമ സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടി ഘോരഘോരം വാദിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നയിക്കുന്ന ഒരു LDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ സാധാരണക്കാരായ മാധ്യമപ്രവർത്തകരുടെ വീട്ടിലെത്തി റെയ്ഡ് നടത്തുന്നു, അവരുടെ വായ മൂടിക്കെട്ടുന്നതിനുള്ള ശ്രമം നടത്തിയതെന്ന് നമ്മൾ കരുതുമ്പോഴാണ് എത്രത്തോളം ഭയാനകമായിരുന്നു എന്ന് മനസ്സിലായത്. ഏതായാലും നിങ്ങൾ വിചാരിച്ചതുപോലെ ഞങ്ങളുടെ കഴിവിനെ, ഞങ്ങളുടെ എക്സ്പീരിയൻസിനെ ഒന്നും തളർത്താൻ കഴിയില്ല. എന്നോട് അമ്മ പറഞ്ഞത്, എടാ ഷാജൻ സ്കറിയ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, നീ ധൈര്യമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി വരൂ എന്നാണ് പറഞ്ഞത്. എന്നെ രാവിലെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് 3 മണി വരെ അവിടെ പിടിച്ചിരുത്തുന്നു. പിന്നെ ഒരു കാരണവുമില്ല, അപ്പോഴത്തേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. എന്തിനാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എൻ്റെ ഫോൺ തിരിച്ചു കിട്ടിയിട്ടില്ല. ഏതായാലും കടുത്ത അനീതിയാണ്. ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ച പണം കൊണ്ട് വാങ്ങിയ ഒരു വലിയ ഫോണാണ്, അതെനിക്ക് ഏറ്റവും വിലപ്പെട്ടതായിരുന്നു, അതാണ് നിങ്ങൾ കൊണ്ടുപോയത്. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കഴിവിനെയോ എക്സ്പീരിയൻസിനെയോ ഒന്നും തളർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ കാണിക്കുന്ന അനീതി അക്രമങ്ങൾക്കെതിരെ ഇനിയും വാർത്ത ചെയ്യും. അത് സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാട്ടുകയും ചെയ്തു. അത് ആരും ഭയപ്പെടുത്തേണ്ട ആവശ്യവുമില്ല. അതുപോലെ തന്നെ അന്ന് പ്രകാശ് ചന്ദ്രശേഖരനുണ്ട് കോതമംഗലം. ഇതിന് തുടർച്ചയാണോ പ്രകാശും പതി അങ്ങ് നിർത്തി? പ്രകാശ് ചന്ദ്രശേഖരന്റെ കഥയെന്ന് പറഞ്ഞാൽ പ്രകാശ് ചന്ദ്രശേഖരൻ പനി പിടിച്ച് കിടക്കുക. പനി പിടിച്ച് കിടന്ന പ്രകാശ് ചന്ദ്രശേഖരനെ വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ട് പോയിട്ട് അയാളെ രാത്രിയിൽ എങ്ങാണ്ടാ വിടുന്നത്. അയാളുടെ മകൻ്റെ ലാപ്ടോപ്പ്, അയാളുടെ ഫോണ്, അതെല്ലാം അവസാനം ഞാൻ ഈ നിയമ പോരാട്ടത്തിന് പോയ സമയത്ത് പ്രകാശ് ചന്ദ്രശേഖരൻ എന്നെ സ്ഥിരമായിട്ട് വിളിക്കുക. അപ്പോൾ എൻ്റെ കോടതി വിധികളെല്ലാം ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം അതുമായിട്ട് പോയാൽ, പക്ഷേ എപ്പോഴും അദ്ദേഹത്തിന് എന്തോ ഒരു ഉപകരണം കിട്ടാണ്ട്. പ്രകാശ് ചന്ദ്രശേഖരൻ നമുക്കൊപ്പം ഉണ്ട്. പ്രകാശ് ചന്ദ്രശേഖരൻ പറയും എന്താണ് സംഭവിച്ചത്. നമസ്കാരം. 2023 ജൂലൈ 3 എൻ്റെ വീട്ടിലേക്ക് കോതമംഗലം CI, അന്നത്തെ CI PT ബിജോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തുന്നു. പോലീസ് എത്തിയപാടെ പറയുന്നു, എളമക്കര പോലീസ് സ്റ്റേഷനിൽ ഷാജൻ സ്കറിയക്കെതിരെ ഒരു കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഈ വീട്ടിലുണ്ടോ എന്ന് അറിയാനാണ് ഞങ്ങൾ വരുന്നത് എന്ന് പോലീസ് സംഘം പറയുന്നു. ഈ CI പറയുന്നു. വീട്ടിലെത്തി പോലീസ് സംഘത്തിന്റെ തെരച്ചിൽ കണ്ടപ്പോൾ ഏതാണ്ട് ഭീകരവാദിയെ പിടിക്കാൻ വന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ആർക്കും തോന്നുക. കണ്ണു നിൽക്കുന്നവർക്കെല്ലാം അങ്ങനെയാണ് തോന്നുക. കാരണം കുടിമുറിയിൽ ഉണ്ടായിരുന്ന എന്റെ മകളെ വിളിച്ചിറക്കുന്നു, ഉറങ്ങുകയായിരുന്ന മകനെ വിളിച്ചുണർത്തി, അടുക്കളയിൽ നിന്നും ഭാര്യയെ പുറത്തിറക്കി. വളരെ സൂക്ഷ്മമായ പരിശോധന, കട്ടിലിനടിയിലും കക്കൂസിലും എന്ന് വേണ്ട വീട്ടിലെ എല്ലാ മുക്കും മൂലയിലും പോലീസ് പരതി. അതാകട്ടെ ഈ ബൂട്ടിട്ട പോലീസുകാർ, ചിലരൊക്കെ ബൂട്ട് പുറത്തഴിച്ചു വെച്ചു, ചിലരൊക്കെ ഒരു സാമാന്യ മര്യാദയും കാണിക്കാതെ വീട്ടിലേക്ക് അരച്ചു കയറുന്ന ഒരു കാര്യത്തൊഴിലേക്ക് അരച്ചു കയറുന്ന ആ ഒരു രീതിയിൽ എത്തി പോലീസ് സംഘം വീട് മുഴുവൻ പരതി. പനിയായിരുന്നു എനിക്ക് അന്ന്, പനിയും ജലദോഷവും ഉണ്ടായിരുന്നു. അതിന്റെ ഒരു അസ്വസ്ഥത എങ്കിലും മറുനാടിന് വേണ്ടി വാർത്ത അടിക്കാൻ വേണ്ടി രാവിലെ ലാപ്ടോപ്പ് തുറന്നിരിക്കുന്ന സമയത്താണ് ഈ പോലീസ് സംഘം എത്തുന്നത്.
വന്ന പാടെ CI പരിചയം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് പരിചയമുണ്ട്. അദ്ദേഹം എന്റെ റൂമിലേക്ക് വന്നു, എന്റെ ബെഡിലിരുന്നു, എന്നോട് സംസാരിച്ചു. ഇങ്ങനെ ഷാജിൻ സ്കറിയ അന്വേഷിച്ച് വന്നതാണ്, ഞങ്ങൾ ഇവിടെ ഒന്ന് അത്യാവശ്യം കാര്യങ്ങൾ നോക്കുകയാണ്, പ്രകാശിന് ഒരു ശല്യം ഉണ്ടാക്കില്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ പ്രകാശ് വാർത്ത കൊടുക്കുന്നത് എങ്ങനെയാണ്, പ്രകാശിന് ശമ്പളം കിട്ടുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മറന്നാളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചോദ്യങ്ങളിലൂടെ അദ്ദേഹം മനസ്സിലാക്കി. അതിനുശേഷം ഈ പോലീസുകാരോട് പറയും, ഇദ്ദേഹത്തിന്റെ ഈ ഫോണുകൾ എടുത്തോ ലാപ്ടോപ്പും എടുത്തോ. ശരിക്കും ഞാൻ അന്തം വിട്ടുപോയി. കാരണം എന്റെ മകൻ പഠനാവശ്യത്തിന് വാങ്ങിച്ചു വെച്ച ലാപ്ടോപ്പാണത്. കവളങ്ങാട് സർവീസ് സഹകരണ സംഘത്തിൽ നിന്ന് ലോൺ എടുത്താണ് ആ ലാപ്ടോപ്പ് വാങ്ങിയത്. ഇപ്പോഴും ആ ലോണിന്റെ പൈസ പൂർണ്ണമായിട്ട് അടച്ചിട്ടില്ല. ആ ലാപ്ടോപ്പാണ് എടുക്കാൻ ഇദ്ദേഹം പറയുന്നത്. ഞാൻ പറഞ്ഞു, എന്റെ മകന്റെ പഠനാവശ്യത്തിന് വാങ്ങിച്ചു വെച്ച ലാപ്ടോപ്പാണ്, അവൻ വിദേശ ജോലി നോക്കുന്നു, പല ഇന്റർനെറ്റ് കോളുകളും വീഡിയോ കോളുകളും എല്ലാം ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഈ ലാപ്ടോപ്പ് കൊണ്ടുപോകണമെന്ന് പറയുന്നത്. അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതായത് മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ്, അതുകൊണ്ട് ഞങ്ങൾ ലാപ്ടോപ്പ് കൊണ്ടുപോകുന്നു, മൊബൈൽ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു. ഏകദേശം 1 മണിക്കൂറോളം എന്റെ വീട്ടിലെ പോലീസ് സംഘം ഉണ്ടായിരുന്നു. അത് എന്റെ വീട് റോഡ് സൈഡിലാണ്. അവിടെ നാട്ടുകാരൊക്കെ നിന്ന് ഞാനെന്തോ വലിയ പാതകം ചെയ്തതായിട്ട് പോലീസ് വരുന്നത്, അത്തരത്തിലൊരു നാണക്കേട് കൂടി ഈ സംഭവം എനിക്ക് ഉണ്ടാക്കി വെച്ചു, എന്റെ കുടുംബത്തിന് ഉണ്ടാക്കി വെച്ചു. മക്കളും ഭാര്യയും ഒക്കെ വല്ലാണ്ട് ഭയപ്പെട്ടു. ഇതിനുശേഷം ഈ CI പറയുന്നു, പ്രകാശ് സ്റ്റേഷനിലേക്ക് വരൂ, നിങ്ങൾക്ക് FIR കോപ്പി തരാം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, കാരണം FIR കോപ്പി വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണല്ലോ. ഈ ചെറിയ ചാറ്റൽമണിയുണ്ട്. ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഈ പോലീസ് വണ്ടിക്ക് പിന്നാലെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോഴും വീട്ടിൽ വെച്ച് ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെ അവർ വീണ്ടും ചോദിക്കുന്നു. ഒരാൾ വെള്ള പേപ്പറിൽ എഴുതിയെടുക്കുന്നു, ഒരു പോലീസുകാരൻ വെള്ള പേപ്പറിൽ എഴുതിയെടുക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞിട്ടും എന്നെ വിടാൻ ഇവർക്ക് ഭാവമില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, എന്താണ് എന്നെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അന്നത്തെ അവിടുത്തെ SI സിദ്ദിഖ്, അദ്ദേഹം പരിചയക്കാരൻ, അദ്ദേഹം ചെവിയിൽ വന്ന് പറയുന്നു, പ്രകാശ് 5 മണി വരെ നിങ്ങൾ ഇവിടെ ഇരുത്തിയ ശേഷം വിട്ടാൽ മതി എന്ന് മുകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. മുകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അന്നത്തെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ്, നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽപ്പെട്ടാണ് ഈ റെയ്ഡ് നടത്തിയതെന്നും മറുനാടിന്റെ ജീവനക്കാരെയെല്ലാം തടഞ്ഞു വെക്കാൻ ആ ഓഫീസ് വരയ്ക്ക് ഉന്നതൻ നിർദ്ദേശിച്ചു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നീട്, അതായത് ഈ കേസ് എന്റെ ലാപ്ടോപ്പൊക്കെ മൊബൈലിൽ എടുത്ത് കൊണ്ടുപോയ ശേഷം ഇത് വിട്ടുകിട്ടാനുള്ള മാർഗങ്ങളെ കുറിച്ച് അറിയാൻ കോതമംഗലം MLA ആന്റണി ജോണിനെ കണ്ടു, മറ്റ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പറയുന്നത് രാഷ്ട്രീയ തീരുമാനം വേണമെന്നാണ്. എന്നെ പോലെ ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ കയറി, ഞാൻ അത്താഴപ്പട്ടിക്കാരനാണ്, ഒരു പണി ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, അത്തരത്തിലൊരു ഒരു പണിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ് ഞാൻ. മറന്നാളിൽ നിന്ന് കിട്ടിയ ശമ്പളം കൊണ്ടാണ് ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, എന്റെ കടബാധ്യതകൾ തീർത്തിരുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് പോലീസ് എന്റെ വീട്ടിൽ കയറി ഇത്തരം അക്രമം കാണിക്കുന്നത്. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ എന്നെ പിടിച്ചിരുത്താനുള്ള ശ്രമം ഞാൻ തന്നെ പൊളിച്ചു. കാരണം എനിക്ക് ആശുപത്രിയിൽ പോകണമെന്നുള്ള ഒരു വാശിയിൽ ഞാൻ നിന്നു. ആശുപത്രി പോകാതെ എനിക്ക് നിവൃത്തിയില്ല, എനിക്ക് ആശുപത്രി പോകേണ്ട സാഹചര്യമുണ്ട്, പനിയാണ് എന്നുള്ളത് പറഞ്ഞു. പനി കൂടി, എനിക്ക് വല്ലാത്തൊരു ശാരീരികാവസ്ഥയായി. അപ്പൊ ഞാനിവിടെ അവിടെ സെൻട്രി ആയിരുന്ന വനിതാ പോലീസുകാരിയോട് ചോദിച്ചു, എന്നെ നിങ്ങൾ എന്തിനാണ് കൊണ്ടിരിക്കുന്നത്, ഒന്നിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യേ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ കാരണം പറ, അല്ലെങ്കിൽ നിങ്ങൾ തടഞ്ഞു വെച്ചേക്കാണ്, എന്താണെന്നുള്ള രീതിയിൽ ഞാൻ അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നു, എനിക്കൊന്നും പറയാനില്ല, ഞാൻ CA ആയിട്ട് സംസാരിക്കാം എന്ന് പറയുന്നു. അവർ CA വിളിക്കുന്നു. CA വിളിച്ച ശേഷം മകനെ കൂട്ടി എന്നെ പുറത്തേക്ക് വിടാൻ പോലീസ് സമ്മതിക്കുന്നു. മകനെ വിളിച്ചു വരുത്തി, മകൻ അഭിജിത്തിനെ വിളിച്ചു വരുത്തി. അവൻ ഓട്ടോറിക്ഷ വിളിച്ചു വന്നു. ഞാൻ അവന്റെ ഓട്ടോറിക്ഷയിൽ കോതമംഗലം മാർ ബസോലിയസ് ആശുപത്രിയിൽ പോയി. ഏകദേശം 3-4 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് എത്തുന്നത്. ഇതിനുശേഷം പിന്നീട് കേസ് നടപടികളിലേക്ക് പോയി. എറണാകുളം സെഷൻസ് കോടതിയിൽ അഡ്വക്കേറ്റ് ജോണി ജോർജ് പാമ്പ്ലാനി മുഖേന എന്റെ ലാപ്ടോപ്പും മൊബൈലും മറ്റും വിട്ടുകിട്ടുമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ ഹർജി കൊടുത്തു. 14 തവണ പോലീസ് റിപ്പോർട്ടിനായി ആ കേസ് മാറ്റിവെച്ചു. പിന്നീടും ആ കേസ് മുന്നോട്ട് പോയി. പിന്നീട് സ്പെഷ്യൽ കോടതിയിലായിരുന്നു കേസ് നടന്നത്. എന്തായാലും സ്പെഷ്യൽ കോടതി ജഡ്ജി എന്തോ അനുകമ്പ തോന്നി, എനിക്ക് ലാപ്ടോപ്പ് വിട്ടുതരാൻ ഉത്തരവായി. എന്നിട്ടും ആ ലാപ്ടോപ്പ് വരാൻ പോലീസ് പിന്നെയും മടിച്ചു എന്നുള്ളതാണ് സത്യം. 1 മാസത്തിനുള്ളിൽ ലാപ്ടോപ്പ് തിരിച്ചു തരാനാണ് കോടതി നിർദ്ദേശിച്ചത്. ഈ 1 മാസം ആയ കറക്റ്റ് ദിവസം ഞാൻ കോടതി ചെല്ലുമ്പോൾ പോലീസ്, അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ വിവരം അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും പിറ്റേ ദിവസത്തേക്ക് നടപടിക്രമങ്ങൾ മാറ്റുകയും ചെയ്തു. എന്തായാലും പിറ്റേന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിലെത്തി വിവരങ്ങൾ നമുക്ക് ലാപ്ടോപ്പ് തരുന്നതിനുള്ള ഒരു സംവിധാനം ചെയ്തു. എന്തായാലും ലാപ്ടോപ്പ് കിട്ടി. മൊബൈൽ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. മൊബൈല് വിട്ടുകിട്ടാൻ നമ്മൾ ഹർജി കൊടുത്തിട്ടുണ്ട്. മൊബൈല് FSL ലാബിലാണെന്നാണ് പോലീസ് നൽകിയിട്ടുള്ള റിപ്പോർട്ട്. ഇത്രയും സാങ്കേതികത്വം വളർന്ന ഈ കാലഘട്ടത്തിൽ ഒരു മൊബൈലിലെ വിവരങ്ങൾ എടുക്കാൻ 2-3 വർഷങ്ങൾ വേണോ എന്നുള്ള ഒരു ചോദ്യം എനിക്ക് ഉന്നയിക്കാനുണ്ട്. എന്തായാലും
നമ്മുടെ ഭരണ സംവിധാനം, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെയുള്ള ആ ഭരണ സംവിധാനം എന്നെ പോലെ പാവപ്പെട്ടവനെ ഇത്ര കണ്ട് ബുദ്ധിമുട്ടിച്ചെങ്കിൽ ഒരു വിവരവും അല്ലെങ്കിൽ ഒരു പരിജ്ഞാനവും ഈ രംഗത്തേക്കൊന്നും ഒന്ന് ബന്ധപ്പെടാത്ത ഒരു സാധാരണക്കാരന് ഒരു പ്രശ്നമുണ്ടായാൽ എത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാം. ഇനിയും ആർക്കും ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ ഭരണ സംവിധാനങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മറുനാടനിലേക്ക് കയറിയിട്ട് അധിക കാലമായില്ലായിരുന്നു രാജ്മോഹൻ. അതെ, രാജ്മോഹൻ ആണെങ്കിൽ വളരെ സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റ് ആണ്. മാതൃഭൂമിയിലും ജയ്ഹിന്ദിന്റെ ഒക്കെ എഡിറ്റർ ടിവിയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന വളരെ എക്സ്പീരിയൻസ് ഉണ്ട്. രാജ്മോഹന് പറ്റിയ അനുഭവം രാജ്മോഹൻ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. രാജ്മോഹൻ പറയട്ടെ. അന്ന് എന്തായിരുന്നു ശരിക്കും രാജ്മോഹൻ ചേട്ടാ സംഭവിച്ചത്? ശരിക്കും പറഞ്ഞാൽ 2 ഘട്ടങ്ങളായിട്ടാണ് ഇവിടെ പോലീസ് കയറിയത്. ആദ്യ ഘട്ടത്തിൽ പോലീസുകാർ വന്ന് നമ്മൾ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തെങ്കിൽ അവർ ആദ്യം കുറച്ച് മര്യാദയ്ക്ക് തന്നെയാണ് ആദ്യം വന്നവർ പെരുമാറും. പക്ഷേ 2ാം ഘട്ടത്തിൽ വന്നവർ വളരെ മോശമായ പെരുമാറ്റമായിരുന്നു. അന്ന് വന്നിട്ട് അവർ ഏതാണ്ട് കൊടും ക്രിമിനലോടെന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ പെരുമാറി. ഞങ്ങളെല്ലാവരും മൊബൈൽ ഫോൺ വാങ്ങിച്ച് ഓഫീസുണ്ടായിരുന്ന മുഴുവൻ പേരുടെ മൊബൈൽ ഫോൺ വാങ്ങിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് വയ്ക്കുന്നു. വന്ന പോലീസുകാർ പലരും നമ്മളെ ഒരു കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് ഇവർ ഞങ്ങളെ മൊഴിയെടുക്കുന്നു. ഇവിടുത്തെ എല്ലാ കമ്പ്യൂട്ടറുകളും ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും പറക്കി കെട്ടി അടുക്കി വയ്ക്കുന്നു. ഇതിനിടയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ നമുക്ക് പുറം ലോകമായിട്ട് ബന്ധപ്പെട്ട യാതൊരു മാർഗ്ഗമില്ല. അപ്പോൾ ആരനാട് പോലീസ് സ്റ്റേഷനിൽ എൻ്റെ കുടുംബ വീടുള്ള ഉഴവണക്കൽ പഞ്ചായത്തിലാണ്, നെടുമങ്ങാട് താലൂക്കിൽ ആരനാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിപ്പെടുന്നതാണ്. അവിടെ നിന്ന് ഒരാൾ CA മറ്റോ എന്നെ വിളിച്ച് ചോദിക്കും, നിങ്ങളുടെ വീട് എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ റെയ്ഡ് നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട് പറഞ്ഞു കൊടുത്തു. സ്ഥലത്താണ് വീടുള്ളതെന്ന് ഞാൻ കൃത്യത്തിന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ ഒരു കാര്യം അവരുടെ അടുത്ത് പറഞ്ഞു. കാരണം എൻ്റെ അമ്മ ഹോസ്പിറ്റലായിരുന്നു. കുറച്ച് അമ്മയുടെ കണ്ടീഷൻ കുറച്ച് മോശമായിരുന്നു. അപ്പോൾ അമ്മ അച്ഛൻ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് 2 ദിവസം ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ വീട്ടിൽ. അപ്പോൾ ആ നേരത്ത് അമ്മയെ നോക്കാൻ നിന്ന ഒരു സ്ത്രീയും എൻ്റെ അനിയത്തിയുടെ മകനും മാത്രമേ അവിടെ ഉള്ളൂ. അനിയത്തിക്ക് ജോലി മലപ്പുറത്തായിരുന്നു. ആരും ഇല്ല വീട്ടിൽ, ഇവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മയുടെ ആരോഗ്യനില കുറച്ച് മോശമാണ്. അപ്പോൾ ഞാനാണ് ഇന്ന് വൈകുന്നേരത്ത് ചെല്ലുമായിരുന്നു. അപ്പോൾ ഞാൻ ആ വിളിച്ച വ്യക്തിയുടെ അടുത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ പ്രായമുള്ള സ്ത്രീയാണ്, അവർ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ട് വന്നതേ ഉള്ളൂ, ഹരാസ് ചെയ്യരുത് എന്നുള്ള റിക്വസ്റ്റ് വെച്ചു. അവർ ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു വഴിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് ഫോർട്ട് പോലീസ് സ്റ്റേഷനാണോ വഞ്ചൂരാണോ ഞാൻ മറന്നു, എന്നെ വിളിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന വീട് എവിടെയാണ് എന്നവർ ചോദിക്കുന്നു. ആ കൃത്യ വഴിയായി ചോദിക്കുന്നു, എവിടെയാണ് വീട് നമ്പർ ചോദിക്കുന്നു. ഞാൻ അതും പറഞ്ഞു കൊടുത്തു, ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞ്. പിന്നെ ഇവർ തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ ഇവർ ചെന്നോ ഇല്ലെന്ന് അറിയാമെന്നുള്ള സംവിധാനമില്ല, നെടുമങ്ങാട്ട് വീട് ചെന്നോ എന്ന് അറിയാനും ഒരു വഴിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് വളരെ വിചിത്രമായ രീതിയിലാണ് അവർ പെരുമാറുന്നത്. ഇവരെന്തോ നമ്മളൊരു കളിയാകുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ മൊഴിയെടുക്കുന്ന ചോദിക്കുകയാണ്, നിങ്ങൾ എത്രയാണ് കാശ് വാങ്ങിക്കുന്ന ഒരു വാർത്തയ്ക്ക് തുടങ്ങി നമ്മൾ അങ്ങേറ്റം അവഹേളിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. മാത്രമല്ല ഇവിടേക്ക് സിസ്റ്റങ്ങളെല്ലാം കമ്പ്യൂട്ടറും ഇതെല്ലാം തന്നെ പാർക്കി കെട്ടുന്നതൊക്കെ തന്നെ ഭയങ്കര ആഹ്ലാദത്തോടെ അവരെന്തോ ഒരു തീവ്രവാദ സംഘടന ഓഫീസ് കയറി അവിടെ നിന്ന് ആയുധം പിടിച്ചെടുക്കുന്ന പോലെയാണ് ഇവർ ചെയ്തത്. അപ്പോൾ അതിനകത്ത് എതിർപ്പുള്ള പോലീസുകാരും ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ഈ നമ്മളോട് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം കാണിക്കുന്നതിന് എതിർപ്പുണ്ടായിരുന്ന ചില പോലീസുകാർ ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷേ അവർക്ക് ഒന്നും പറയാൻ കഴിയില്ല. കാരണം ആദ്യം വന്ന പോലീസിൽ തന്നെ ആരും ഉന്നതന ഉദ്യോഗസ്ഥൻ മര്യാദയ്ക്കാണ് പെരുമാറിയത്. 1-2 പേർ അക്കൂട്ടത്തിൽ നമ്മളോട് തന്ന് മോശമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വിലക്കി ഇമാര് സംസാരിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ അവരുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും 2ാം ഘട്ടത്തിൽ അയച്ചത്. ആ ഉദ്യോഗസ്ഥനായിരുന്നില്ല, വേറെ ഉദ്യോഗസ്ഥൻ പേരറിയില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇവർ വളരെ എന്നിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമായി തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ നിങ്ങൾ ഭക്ഷണമായി തരണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞല്ലോ. കാരണം നമുക്ക് അപ്പോൾ എല്ലാ ചാനലുകളും വാർത്ത വരുന്നു. അപ്പോൾ ഞങ്ങളെ വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരും വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ ഫോൺ ഇവരുടെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. ഇത് ഏതാണ്ട് തീവ്രവാദികൾ പിടിയിടാൻ പോകുന്നതിൻ്റെ വേറെ പതിപ്പാണ് അവിടെ സംഭവിച്ചത്. എന്നിട്ട് ഇവർ എല്ലാം പറക്കി കെട്ടുന്നു, അടുക്കുന്നു. രാത്രി ഏതാണ്ട് ഇരിക്കുന്ന ഒരു 1 മണിയോ മറ്റായിട്ടാണ് ഞങ്ങളെ ഇവർ ഇവിടെ നിന്ന് വിടുന്നത്. അപ്പോഴാണ് നമ്മൾ മൊബൈൽ തിരിച്ചു തരുന്നത്. വീട്ടിലെപ്പോഴത്തേക്ക് അമ്മ ഭയങ്കര ഭയപ്പെട്ടു കാണും. അമ്മ ഭയപ്പെട്ടു. കാരണം എന്താ കാര്യം എന്നറിയില്ലല്ലോ. അമ്മയ്ക്ക് എന്നെ വിളിച്ചു ചോദിച്ചാൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനും വഴിയില്ലല്ലോ. ഇവർ വലിയൊരു വണ്ടി പോലീസ് വീട്ടിൽ ചെല്ലുന്നത്, എൻ്റെ വീട്ടിൽ നേരത്തെ പോലീസ് നോക്കി റെയ്ഡ് നടത്താൻ വന്നിട്ടുള്ളതുമല്ല, ആദ്യ സംഭവമാണ്. അപ്പോൾ അമ്മ ഭയന്നു പോയി. എന്താ സുഖമില്ലായിരിക്കും, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അമ്മ അല്ലാതെ ഭയന്നു. അനിയത്തിയുടെ മോനുണ്ടായിരുന്നു. അവർ സംസാരിച്ചു. അവർ വീട് മൊത്തം കയറി പരിശോധിച്ചു. വീട്ടിലെ എല്ലാ മുറികളൊക്കെ പരിശോധിച്ചതിന് ശേഷം പിന്നെ അവർ കുറേ നേരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് രാത്രിയായി. അപ്പം നാട്ടിൻപുറത്തായതുകൊണ്ട് പോലീസുകാരെ നമ്മുടെ പെൺകുട്ടികളോട് ഇപ്പൊ ദുർഗയോടും അനുവിനോടും ഒക്കെ അതുപോലെ പണ്ട് രാഖി ഉണ്ടായിരുന്നു, ഇവരെയൊക്കെ ഭീഷണിപ്പെടുത്തി, നിങ്ങൾ ഇവിടെ ജോലി ചെയ്യാൻ പാടില്ല. അതെ, നിങ്ങൾക്ക് വേറെ ജോലി വാങ്ങി തരാമെന്ന കാര്യം പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഇവന്മാര് പറഞ്ഞു? ഇല്ല, ഞങ്ങൾ കുറച്ച് മുതിർന്നവരായോണ്ടായിരിക്കാം അത്തരം ഭീഷണികളൊന്നുമില്ല. പക്ഷെ അവർ മൊത്തത്തിൽ നമ്മളൊരു കളിയാക്കുന്ന രീതിയിലാണ് ഒരു പലപ്പോഴും ഇവർ. നിങ്ങളുടെയൊക്കെ ഫോൺ തിരിച്ചു തന്നു. ആ രാത്രി 1 മണിയൊക്കെ ആകുമ്പോൾ ഫോൺ തിരിച്ചു. ഇവിടുന്ന് ആ കമ്പ്യൂട്ടറും ഇവിടെ കമ്പ്യൂട്ടർ അതിന്റെ ഈ മൗസ് പാഡ് വരെ കൊണ്ടുപോയി. എല്ലാം കൊണ്ട് മൗസ് പാഡിനകത്ത് ഈ കുറ്റകൃത്യത്തിന് എന്താണ് പങ്ക്? അത് അല്ലെങ്കിൽ തന്നെ ഈ കുറ്റകൃത്യത്തിൽ മറ്റുള്ളവർക്ക് എന്താണ് പങ്ക്? അതെ,
എന്നിട്ട് വേറെ മാത്രമല്ല, വേറെ 1-2 ചാനലുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്നു ഇതറിഞ്ഞിട്ട്. അവർ പറഞ്ഞിട്ടും കൂടെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇതൊക്കെ എടുക്കണം, അങ്ങനെ താല്പര്യപ്പെട്ട് അവർ വന്നു കുറേ പേര്. അപ്പോൾ ഇതൊരു വലിയ ആസൂത്രിതമായ പരിപാടിയായിരുന്നു, നമുക്കന്ന് മനസ്സിലായിരുന്നു. നമ്മൾ അങ്ങേറ്റം നമ്മളെ അതുകൊണ്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവർക്കെല്ലാം ഈ സർക്കാരിനൊരു ജനരോഷം ഉണ്ടാകുകയും ചെയ്യും. തീർച്ചയായും ഉണ്ടാവും. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർ പണ്ട് അടിയന്തരാവസ്ഥക്കാലം ഞങ്ങളെ പിടിച്ചുകൊണ്ട് മറ്റേ ബൂക്കത്തി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിരന്തരം നിലവിളിക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന് നേരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ബഹളം വയ്ക്കുന്ന ആളുകൾ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കി. അവരിവിടെ വന്ന് എന്നിട്ട് ഇതെല്ലാം ആസ്വദിക്കുകയും ഇതെല്ലാം വലിയ 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 വാർത്തകളായിട്ട് പലരും നൽകുകയും ചെയ്തു. അപ്പോൾ അന്ന് ഇവിടെ നമ്മുടെ തിരുവനന്തപുരം റിപ്പോർട്ടർ അമൽ രുദ്ര ഉണ്ടായിരുന്നു കൂടെ. അമൽ രുദ്ര നമ്മളെ ഇവിടെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്തു പോകാനൊന്നും പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഇവരെങ്കിൽ എത്തിക്കഴിഞ്ഞല്ലോ രാവിലെ. അപ്പം ഈ നമ്മുടെ ഓഫീസിൽ ആരും അങ്ങനെ ഭയന്ന് വിറച്ചൊന്നുമില്ല. അവർ പോലീസുകാർ വിചാരിച്ച ഇവർ വരവിട്ട് നമ്മൾ വിറച്ചു പോകുന്നു. അപ്പോൾ അമൽ രുദ്രയുടെ അടുത്ത് ഒരു പോലീസ് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊന്നും പേടിയൊന്നുമില്ലേ? പേടിപ്പിക്കാൻ വന്നതായിരിക്കും. പേടിപ്പിക്കാൻ വന്നത്. അപ്പോൾ നമ്മൾ അതായിട്ട് ചിരിക്കണ കാര്യമാണെന്ന് തോന്നിപ്പോയി. നമ്മുടെ അമൽ രുദ്ര വയനാടുകാരനാണ്. നമ്മുടെ റിപ്പോർട്ടർ അമൽ രുദ്ര വയനാടുകാരനാണ്. വയനാട്ടിലെ അമലിൻ്റെ വീട്ടിൽ പോലീസ് എത്തി എന്നാണ് അമൽ അന്ന് എന്നോട് പറഞ്ഞത്, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അമൽ അതിനെക്കുറിച്ച് വിശദീകരിക്കും. സാർ നമസ്കാരം. അന്ന് രാവിലെ ഏകദേശം ഒരു 6:30-7 മണിയോടുകൂടി വയനാട്ടിലുള്ള എൻ്റെ വീട്ടിലും റെയ്ഡ് നടന്നിരുന്നു. വീട്ടിൽ അച്ഛനും അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനിവിടെ ഡെസ്കിലായിരുന്നു അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് രാവിലെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു സമയത്തായിരുന്നു ഏകദേശം 4-5 വാഹനങ്ങളിലായി പോലീസുകാർ വരുന്നു. വീടിന് ചുറ്റും പോലീസുകാർ നിരന്ന് നിൽക്കുകയായിരുന്നു. അടുക്കള വശത്ത് ഉൾപ്പെടെ പോലീസുകാരുണ്ടായിരുന്നു. അമ്മ പെട്ടെന്ന് എഴുന്നേറ്റ് വരുന്നു. ഈ ഒരു സമയം എന്ന് പറയുന്നത് രാവിലെ ജോലിക്ക് പോകാൻ, അതായത് രണ്ടുപേരും ജോലിക്ക് പോകാൻ തയ്യാറാകുന്ന ഒരു സമയമായിരുന്നു. ഈ ഒരു സമയത്തായിരുന്നു പോലീസുകാർ എല്ലാവരും തന്നെ വീട് മുഴുവനായി വളയുന്നത്. എന്നിട്ട് വീട്ടുകാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഷാജൻ സ്കറിയെ എവിടെയാണ് ഒളിപ്പിച്ചത് എന്നുള്ള ചോദ്യമാണ് പോലീസുകാർ ചോദിക്കുന്നത്. ഇതിനെ തുടർന്ന് അമ്മ ഉൾപ്പെടെയുള്ളവർ ഉത്തരം പറയുന്നു, ഇവിടെ അങ്ങനെ ഒരാളെയും ഒളിപ്പിച്ചിട്ടില്ല എന്ന്. പിന്നീട് അമ്മ എന്നെ ഫോൺ ചെയ്യുന്നു, ഇങ്ങനെ പോലീസ് റെയ്ഡിനായി വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു പോലീസുകാർക്ക് ഫോൺ കൊടുക്കുക, അവരോട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ DYSPയോ മറ്റേതോ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുകയാണ് എങ്കിൽ ഞാൻ നാളെ അങ്ങോട്ട് വരും, എന്നിട്ട് പോലീസ് സ്റ്റേഷന് മുൻപിൽ ഇരുന്ന് സമരം ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അമൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, ഞങ്ങൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ നിൽക്കും, ഞങ്ങൾക്ക് ഇവിടെ 1.5 മണിക്കൂർ നിന്നേ പറ്റൂ, മുകളിൽ നിന്ന് ലഭിച്ച ഓർഡറാണ്. 1.5 മണിക്കൂർ നിന്നതിന് ശേഷം റിപ്പോർട്ട് എഴുതിയതിന് ശേഷം ഞങ്ങൾ പോകുന്നതാണ്, നിങ്ങളെ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടിക്കില്ല എന്നും പറയുകയായിരുന്നു. അതിനുശേഷം ആ ഒരു സംഭവം കെട്ടടങ്ങുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ എൻ്റെ ഫോണിലേക്ക് നിരന്തരം കോളുകൾ വരികയാണ്. വയനാട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നാണ്, നിങ്ങളാണോ വയനാട്ടിലെ വാർത്ത കൊടുക്കുന്നത്, നിങ്ങളാണോ കോഴിക്കോടുള്ള വാർത്ത കൊടുക്കുന്നത് എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിരവധി ക്രൈംബ്രാഞ്ച് ഓഫീസുകളിൽ നിന്ന്, അതായത് മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നും വയനാട്ടിൽ നിന്നും ഉൾപ്പെടെയുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസുകളിൽ നിന്നും നിരന്തരം ഇത്തരത്തിൽ കോളുകൾ വരുന്നു. നിങ്ങളാണോ ഇത്തരത്തിൽ കോഴിക്കോടുള്ള വാർത്ത കൊടുക്കുന്നത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതുകൂടാതെ നിങ്ങൾ അതായത് ഒരു ദിവസം ഒരു കോൾ വന്നതാണ്, വയനാട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നാണ്, നിങ്ങൾ ഉടൻ തന്നെ ഹാജരാവണം. എന്തിന് ഹാജരാകണം എന്ന് ചോദിച്ചപ്പോൾ അതിന് യാതൊരുവിധ ഉത്തരവുമില്ല. പിന്നീട് രാവെന്നോ പകലെന്നോ ഇല്ലാത്ത രീതിയിൽ ഇത്തരത്തിൽ ഫോൺ കോളുകൾ നിരന്തരം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ മാനസികമായി തളർത്തുവാൻ വേണ്ടി പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ അന്ന് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനൊക്കെ അപ്പുറത്തേക്കുള്ള പീഡനമാണ് ഞാനും എൻ്റെ ബന്ധുക്കളും അനുഭവിച്ചത്. അതെ, കാരണം ഞാൻ ആ ദിവസങ്ങളിൽ പലതവണ മാറി നിൽക്കേണ്ടി വരുന്നതും ഈ സമയത്തുണ്ടാവുന്ന നിയമ പോരാട്ടങ്ങളും. അപ്പം എൻ്റെ ചേട്ടൻ, ഇപ്പം എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ വിജയം എന്ന് പറയുന്നത് അന്ന് 2 ആയിരുന്നു. ഒന്ന് എൻ്റെ ചേട്ടൻ അച്ഛനുണ്ടല്ലോ, അച്ഛൻ്റെ പിന്നെ മഞ്ജു. കാരണം ഇതിനകത്തൊരു മഞ്ജുവിന്റെ ഒരു സഹായം വലിയ പുള്ളിയായിരുന്നു. മഞ്ജു അതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്തു. മഞ്ജു ഈ കോർഡിനേഷൻ നടക്കത്തില്ല ഇല്ലായിരുന്നു. അപ്പൊ ഞാനും പോയിട്ടുണ്ട്. ഞാനും ഒരു ദിവസം എന്നെ വിളിച്ചോണ്ടാ മഞ്ജു കൊച്ചി. അന്നത്തെ മഞ്ജുവിന്റെ ജീവിതം എങ്ങനെയാണെന്നറിയോ? തിരുവനന്തപുരത്ത് പോവുക, എറണാകുളത്ത് പോവുക, തിരുവനന്തപുരം പിറ്റേ ദിവസം രാവിലെ എറണാകുളത്ത് പോവുക, വക്കീലന്മാരെ കോർഡിനേറ്റ് ചെയ്യുക, കോടതി ഉണ്ടാക്കുക, ഫണ്ട് അറേഞ്ച് ചെയ്യുക, ബ്രദർ വക്കീലുണ്ടായിരുന്നു, എല്ലാവരും ഫണ്ട് അറേഞ്ച് ചെയ്യുക, ഈ വക്കീലന്മാരെ സമയത്ത് വണ്ടിയെ കൊണ്ടുപോകുക, അവിടെ കൊണ്ട് ഡോക്യുമെന്റ്. ഈ വക്കീലന്മാരെന്നറിയോ, ഈ വക്കീലന്മാരുടെ പ്രശ്നം വെച്ചാൽ ഇവർക്ക് ഡോക്യുമെന്റുകൾ അപ്പൊ കൈ കിട്ടണം.
ഈ ഡോക്യുമെന്റുകൾ ഒപ്പിച്ചു കൊടുക്കാൻ വല്ലാത്ത ജോലി, സാമ്പത്തിക പ്രതിസന്ധി, സാമ്പത്തിക ഇതെല്ലാം ഈ ഇതെല്ലാം മരവിപ്പിച്ചില്ല, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു എല്ലാം. അതിലൊക്കെ ഉപരി ഇപ്പൊ ഒരു സർവ്വസൈന്യാധിപൻ ഇല്ലാതെ വരുമ്പോ ഈ പടക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും. അപ്പൊ ഇവരാന്ന് അതാണ് ഞാൻ പറഞ്ഞത്, എങ്ങൊന്നും അവർക്കൊരു തിരിച്ചടി വരാതെ അപ്രതീക്ഷിതമായിരിക്കുമ്പോഴാണ് ഒരു മൂലക്കൊന്നും ഞാൻ കയറിച്ചു. ഇവർക്ക് ഇത് ഷാജൻ ഒറ്റയ്ക്ക് ഇത് കൈകാര്യം ചെയ്യും എന്നുള്ളത്. അപ്പൊ നമ്മൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ, നമ്മൾ നേരെ കയറി ചെല്ലുകയാണ്. അത് ഒരിക്കലും സർക്കാരോ പോലീസോ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഞാൻ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഒന്ന്, ഞാൻ എറണാകുളത്ത് ഒരിക്കലും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നു റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ അവിടുത്തെ ടിക്കറ്റിംഗ് ഓഫീസർ എന്നെ വിളിച്ചുകൊണ്ട് പോവാണ്. അവർ പറഞ്ഞു എല്ലാ ദിവസവും സമയത്ത് ഇവിടെ വന്ന് CCTV മുഴുവൻ പരിശോധിക്കാമെന്ന് പറഞ്ഞു, എൻ്റെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് തന്നെയായിരുന്നു റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലും. ഇപ്പോൾ ഒരിക്കൽ ഈ അനിയൻ സോജനും മഞ്ജുവും കൂടെ കേസ് ആവശ്യത്തിനുകൊണ്ട് എറണാകുളത്ത് പോയിട്ട് ഗ്രാൻഡ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നു. അപ്പം എൻ്റെ കാർഡാണ് കൊടുത്തത്, ഒന്നും മരവിപ്പിച്ചിട്ടില്ല, അത് കഴിഞ്ഞാൽ മരവിപ്പിക്കുന്നത്. ഈ കാർഡ് കൊടുത്തു, ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഗ്രാൻഡ് ഹോട്ടലിൽ ഫുൾ പോലീസ് റെയ്ഡ് നടത്തിയിട്ട് ഇവർ ഫുൾ CCTV പരിശോധിച്ചു. അനിയനെ കണ്ടപ്പോൾ ഞാനാന്ന് തോന്നി. ഇതാണ് ഇതുപോലത്തെ ഒരുപാട് ഇൻസിഡന്റ്. ആ സമയത്ത് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ എനിക്കൊരു സുഹൃത്തുണ്ട്, ഇന്നും എൻ്റെ സുഹൃത്താണ്, ഇംഗ്ലണ്ടിലാണ്. ഫ്രാൻസിസും മോളി, അദ്ദേഹം ഒരു ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആളാണ്. ബൈപ്പാസ് കഴിഞ്ഞ് ആദ്യമായിട്ട് നാട്ടിൽ വരിക. അപ്പം നാട്ടിൽ വരുമ്പം എൻ്റെ കൂടെ താമസിക്കണമെന്ന് വലിയൊരു ആഗ്രഹം, ഒരാഴ്ച. അങ്ങനെ വരാൻ തീരുമാനിച്ചിരിക്കുന്ന ആ സമയത്ത് ഞാൻ ഒളിവിൽ പോകുന്നത്. അതെ. അപ്പം ഞാൻ ഫ്രാൻസിസിന് മെസ്സേജ് ഇട്ടു, ഫ്രാൻസിസെ നിങ്ങൾ വരുമ്പം താക്കോൽ ഇവിടെ ഇരിപ്പുണ്ട്, എടുത്തോളൂ, വണ്ടി എടുത്തോളൂ, ഓഫീസ് വണ്ടിയും തരും, പൊക്കോളാൻ പറഞ്ഞു. ഫ്രാൻസിസ് വന്ന് വണ്ടിയൊക്കെ എടുത്ത് വീട്ടിലൊക്കെ താമസിച്ചിട്ട് പോയി, കോടപ്പുരക്ക് താമസിച്ചിട്ട് പോയി. 2 ദിവസം കഴിഞ്ഞിട്ട് ഫ്രാൻസിസ് തിരിച്ച് ഇടുക്കിയിൽ ഒരു റിസോർട്ടിൽ താമസിക്കുക, ഫ്രാൻസിസും മോളി. വെളുപ്പാങ്കാലത്ത് 4 മണിയായപ്പോഴത്തേക്കും ഒരു 100-150 പോലീസ് റിസോർട്ട് വളഞ്ഞു. എന്നിട്ട് ഫ്രാൻസിസിനെ മോളിയെ വിളിച്ച് വലിയ യന്ത്രങ്ങളൊക്കെ വെച്ച് അവരുടെ മൊബൈൽ ഫോണെല്ലാം പരിശോധിച്ച്, ഒന്നാമത് ബൈപ്പാസ് കഴിഞ്ഞ് ഫ്രാൻസിസ് ഒറ്റയിരിപ്പിന് ആ വെളുപ്പാങ്കാലത്ത് 3 കുപ്പി വെള്ളം കുടിച്ചു വേർത്തിട്ട്. അവസാനം ഇവരെ ഇവിടെ എന്നിട്ട് ഈ ഫോൺ എടുത്തിട്ട് ബോബിയെ വിളിപ്പിക്കുക, എൻ്റെ വൈഫിനെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് ഷാജൻ ഇവിടെ മോളിയെ കൊണ്ട് ചോദിപ്പിക്കുകയാണ്. ആലോചിക്കുക. അപ്പം ബോബി പറയുന്ന അറിയാൻ പറ്റും. ഭാഗ്യത്തിന് ബോബി എടുത്തില്ല, എടുത്തത് സ്റ്റെഫാനാണ്. ബോബിയാണ് ചിലപ്പോൾ പറഞ്ഞാൽ എവിടെ ആയിരുന്നുള്ള കാര്യം, മൂത്ത മോരെടുത്ത്. അവൻ ഈ മോളി വെപ്രാളപ്പെട്ട് ചോദിക്കുന്ന എപ്പോഴും സംശയം വന്നു. അവനപ്പം തന്നെ പറഞ്ഞു എനിക്കറിയത്തില്ല, യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞു. അവിടെ ചീറ്റി അത് ചോദിക്കുക. എന്നിട്ട് ഇവർ ബ്രിട്ടീഷ് പൗരത്വമുള്ളവരെന്ന് പറഞ്ഞപ്പോഴാണ് പോലീസ് ഒതുങ്ങിയത്. അല്ലെ ഇവരിപ്പം ഞാൻ ജയിലിലടയ്ക്കും മറ്റോ താമസം ഭയങ്കര ഭയപ്പെടുന്നു. ഒരു ജയകുമാർ എന്ന് പറഞ്ഞൊരു ഓഫീസറാണ് ഈ മെടപ്പം മുഴുവൻ. പിന്നെ മഹാരാഷ്ട്രയിൽ ഞാൻ പറഞ്ഞത്, മഹാരാഷ്ട്രയിലെ ചേട്ടൻ്റെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ തിരക്കി ചെന്നു. ജാസ്മിൻ ഷാനോട് പറഞ്ഞു, ബാംഗ്ലൂരിലെ UNAയുടെ നേതാക്കന്മാരെ തിരക്കി ചെന്നു. രാജസ്ഥാനിൽ ഞാൻ ഒരിക്കലും പോയിട്ടുള്ള ഒരു കന്യാസ്ത്രീ മഠമുണ്ട്, ആ മഠത്തിൽ ചെന്നു. ഞാൻ അവിടെ കോൺടാക്ട് ചെയ്യുന്നത് കാരണം ഇവിടെ കേരള പോലീസ് നമ്മുടെ ചെലവിൽ പോകുന്നതാണ്. അല്ല, അതിനകത്ത് നമ്മൾ ഇതിന്റെ ഒരു മറുവശം കൂടെ ചിന്തിക്കണം. അതായത് തികച്ചും ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കള്ളക്കേസ്, അത് ഒരു വ്യക്തിയെ ഒതുക്കാൻ വേണ്ടി മാത്രം ഇട്ടൊരു കേസ്. എത്ര കോടി രൂപ ഇവർ മുടക്കിയിട്ടുണ്ട്, ലോകം മുഴുവൻ ചുറ്റി. എത്ര കോടി രൂപ. അതിന്റെ ഒരു മറുനാടൻ ഷാജൻ വേട്ടയ്ക്ക് കേരള പോലീസിനും കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾക്കും വന്ന ചെലവ് സംബന്ധിച്ച് നമുക്കൊരു വിവരാവകാശം കൊടുത്താൽ അറിയാം. ഇവര് ഒരു വ്യക്തിയെ അങ്ങനെ കണക്ക് കാണത്തില്ല, ഇവര് വേറെ എന്തെങ്കിലും അതൊക്കെ ആയിരിക്കാം. ഒരു വ്യക്തിയെ വേട്ടയാടാൻ വേണ്ടി അവർ ചെയ്തു തരാം. ഒരു കാര്യമില്ല ഈ നാട്ടിൽ. അതായത് ഒരു എതിർ ശബ്ദത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. പക്ഷെ എന്ത് സംഭവിച്ചേ, ഇപ്പോഴേക്കും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റും. ഈ മുഖ്യമന്ത്രിക്ക് തന്നെ നിസ്സഹായനായിട്ട് പറയേണ്ടി വന്നു. അൻവർ പിണങ്ങിപ്പോയത് ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്യാത്തതുകൊണ്ട്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ആവുന്ന പണി എല്ലാം നോക്കി. അല്ല, എന്ന് മാത്രമല്ല, ഇതിലൊന്നും അവസാനിച്ചില്ല. ഇവരെ സുപ്രീം കോടതി എനിക്ക് ജാമ്യം കിട്ടപ്പോൾ അടുത്ത കേസ് വ്യാജരേഖ കേസ്, മറ്റേ 100 കേസോ 200 കേസോ, വയർലെസ് കേസ്, വ്യാജരേഖ കേസ്, വർഗീയവാദ കേസ് ഉണ്ടാക്കി, മറ്റത് തുടർച്ചയായിട്ട് അതും എന്തോ ടാക്ടിക് ഉണ്ടാക്കുന്നു. ഒരു കേസിൽ ജാമ്യം എടുക്കുന്ന അതിൻ്റെ ഇടയ്ക്കാണ് ഒരിക്കലും എന്നെ ഇത് മറന്നുപോകാത്ത കഥകളാണ്. അതായത് ഒന്നിനു മേലെ നമുക്ക് പലതവണ ഞാനിതിൻ്റെ ഇടയിൽ ഈ കഴിഞ്ഞ ആ ഒരു വർഷം 6-8 മാസം തുടർച്ചയായിട്ട് അനേകം തവണ മാറേണ്ടി വരുന്നത്. അത് നമുക്ക് പോലീസിന് അപ്പം തന്നെ ഇൻഫർമേഷൻ കിട്ടാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. എന്ന് മാത്രമല്ല, എന്നിട്ടും ഒരിക്കൽ ഒരു കേസിൽ ജാമ്യം കിട്ടി. ഞാൻ അവിടെ ചെന്നപ്പം അമ്മാരോ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിലമ്പൂരിൽ. ആ നിലമ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ട് അവസാനം ജാമ്യം കിട്ടി. അപ്പോഴത്തേക്ക് ജാമ്യം കിട്ടി. മറ്റേ അതിനുശേഷം തീരാതാണ് പിന്നെ എന്നെ 4 കേസെടുത്തു. കോട്ടയത്ത് കുമരകം പോലീസ് സ്റ്റേഷനിലും എറണാകുളം കളമശ്ശേരിയിലും തിരുവനന്തപുരത്തും അടക്കം 4 കേസെടുത്തു. ഈ 4 ഒരേ വിഷയത്തിലാണ്. ഒരെണ്ണത്തിന് ജാമ്യം കിട്ടുമ്പോൾ അടുത്ത് എടുക്കുകയാണ്, അതേ വിഷയത്തിൽ കേസെടുക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടും അവസാനിച്ചു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഈ അടുത്ത കാലത്ത് വന്ന് രാത്രിയിൽ കള്ളക്കേസിൽ പിടിച്ചോണ്ട് പോകുന്നത്. ഇതെല്ലാം നമുക്ക് അതിജീവിക്കാൻ പറ്റിയ ദൈവത്തിൻ്റെ ഒരു ഇടപെടലും കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ പ്രാർത്ഥനയും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിനകത്തൊക്കെ. ഇപ്പം
എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ വീട്ടിൽ കയറുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ 2 കുഞ്ഞു മക്കൾക്കും ഉണ്ടായ ഒരു ട്രോമയുണ്ട്. അവരന്ന് ഭയന്ന് പോയി ശരിക്കും. എന്റെ പല ബന്ധുക്കളും ഇടുക്കി വട്ടപ്പാറയുള്ള അവരുടെ വീട് കല്യാണം നടക്കാൻ പോവാ. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസം ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും പോയിരിക്കും. കാരണം നമ്മൾ ചെയ്യണം, നമ്മൾ അനുഭവിച്ച മനോവേദനയ്ക്ക് നമ്മൾ വോട്ട് ചെയ്തിരിക്കണം. ഇവർക്കെതിരെ തന്നെ വോട്ട് ചെയ്തിരിക്കണം. നമ്മൾ ഒരിക്കലും വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കില്ല. പക്ഷേ നമ്മൾ ചെയ്തിരിക്കണം. ചെയ്യുക മാത്രമല്ല, ഇത് ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഇനി ഒരു തവണ കൂടി ഇവർ അധികാരത്തിൽ വന്ന ഈ നാട് അവരില്ലായ്മ ചെയ്തു. 89 വയസ്സുള്ള എൻ്റെ അമ്മയും അപ്പനെയും 90 വയസ്സ് അപ്പനും ഉണ്ട്. അവരെ എന്തോരം തവണ ഇവർ പോയി ബുദ്ധിമുട്ടിച്ചു. അതാ എരുമേലി പോലീസുമായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ടാവുമെന്ന് പറയുന്നത് മുണ്ടക്കൈ പോലീസിനെ വിട്ടത്. ആ വീടിന്റെ പരിസരത്ത് എന്തിനേറെ എൻ്റെ കൃഷിയിടം ഉണ്ടല്ലോ, അവിടെ കൃഷിയത്ത് ചുറ്റിനും കാവലായിരുന്നു. ആ പാവം പിടിച്ച മനു ഓടിയോ, അവൻ ഓടിയോ ഓട്ടം. അവിടെ ഇരിക്കുന്ന ജോലി ചെയ്തുകൊണ്ട് തന്നെ പയ്യനെ ഓടിച്ചു, അവരെ ഓടിച്ചു. അവിടെ ഒരു മാവ് മുഴുവൻ ആ സമയം ഈ മാവ് പഴുത്ത മുഴുവൻ ഈ പോലീസുകാർ നിറച്ച് മാങ്ങ പോലീസ് ലൂട്ടിങ് ആയിരുന്നു ശരിക്കും അല്ലേ. ഇവര് മാങ്ങ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനവും പൊട്ടിച്ചോണ്ട് പോയി. ഞാൻ താമസിക്കുന്ന കൊടപ്പുറക്കത്തിലെ വീട് കുത്തി തുറന്ന് കയറി. ഈ ഒരു അന്ന് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു CA ഉണ്ടായിരുന്നു, ഹരി മഹാഹങ്കാരിയായിരുന്നു. അയാൾ ഇവിടെ വന്നിട്ട് എല്ലാവരും ചീത്ത വിളിക്കുമായിരുന്നു, ഓഫീസ് തുറന്നിടുമായിരുന്നു, എല്ലാവരെയും വെല്ലുവിളിക്കുമായിരുന്നു. വെച്ചാൽ ഏതെല്ലാം തരത്തിൽ. എന്നിട്ട് മാത്രമല്ല ജാമ്യം കിട്ടിയിട്ടോ പോലീസ് സ്റ്റേഷൻ പിടിച്ച് എത്ര ദിവസം ചോദ്യം ചെയ്യാൻ ഒരു കാര്യം. അതായത് ഇവർ കാണിച്ചിരിക്കുന്ന ഉപദ്രവത്തിന് കൈയും കണക്കില്ല. ഞാൻ ഈ സർക്കാരിനെ വിമർശിക്കുന്ന ഒറ്റ കാരണത്തിന് ഇവർക്ക് ദൈവാനുഗ്രഹം കൊണ്ട്, എന്റെ ദൈവാനുഗ്രഹം കൊണ്ട്. ഇതിനകത്തൊരു അച്യുതം ഉണ്ടായിരുന്നു. പിണറായി വിജയൻ, MR അജിത്കുമാർ, PV അൻവർ അച്യുതം ഉണ്ടായിരുന്നു. ഇപ്പൊ മൂന്നും സ്ഥലത്തായി തകർന്ന് അവിടെയാണ് എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ എന്ത് കൂടോത്രമാണ് ഇതിനകത്ത്. അജിത് കുമാറിനൊക്കെ അവസാനം കൈയൊഴിയേണ്ടി പോകുന്നു. ഞാൻ നമ്മുടെ ഈ ഇദ്ദേഹം മരിച്ചുപോയി, മജീദ് ഖാൻ മരിച്ചു പോയിരുന്നു, ഡോക്ടർ മജീദ് ഖാൻ. അവിടെ വെച്ച് കണ്ടു. അവിടെ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ഉത്തരവാദിത്വം കേട്ടോ, മുകളിൽ നിന്ന് പറയുന്നവർ പറയുന്നു ചെയ്യുന്നു, അത്ര ഉള്ളൂ. പേഴ്സണൽ അതിന്റെ മുഖ്യ സൂത്രധാരൻ അയാൾ തന്നെ, അജിത്തായിരുന്നു. അയാൾക്കായിരുന്നു. കാരണം അയാൾ ഈ പിണറായി രാജാവിനേക്കാൾ വലിയ രാജഭക്തി, പിണറായിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി അയാൾ കൊടുത്തു. അതിന്റെ കൂട്ടത്തിൽ ഈ അൻവർ എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിന്റെ മാലിന്യം, അയാളാണ് ഇതെല്ലാം ചെയ്തിരുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ ആ സമയത്ത് ഇയാൾ കുറെ ആൾക്കാരെ കൊണ്ട് വന്ന് നമ്മൾ ദ്രോഹിച്ചവരാണെന്നുള്ള രീതിയിൽ അവരൊക്കെ എവിടെ പോയി. മാത്രമല്ല ഇതിനെല്ലാം പിന്നിൽ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കളങ്കിത മുതലാളിമാരുണ്ടായിരുന്നു. അവരുടെ ഒരു ഫണ്ടിങ്. കാരണം വെച്ചാൽ ഈ മഹാരാഷ്ട്രയിലൊക്കെ ഫോർച്യൂണറിലാണ് വലിയ സംഘം അന്വേഷിച്ചു പോകുന്നത്. ഇത് പോലീസല്ല, ഈ സംഘം ഇവർ തന്നെ സമാന്തരം ഏർപ്പെടുത്തിയിരുന്നു. അൻവർ ഏർപ്പെടുത്തിയിരുന്ന ഗുണ്ടകളായിരുന്നു. എല്ലാ അർത്ഥത്തിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ പറയാനുള്ളത്, ഈ ഒരു മറുനാടൻ സത്യം പറയുന്നത് കൊണ്ട് മാത്രം ഇല്ലാതാക്കാൻ വേണ്ടി ഇവർ ഒരു 6 മാസം തുടർച്ചയായിട്ട് വേട്ടയാടി. പക്ഷെ നമ്മളൊരു കുടുംബമാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടൊന്നും സംഭവിച്ചില്ല. എന്തായാലും ആ വലിയൊരു ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മ, ആ ഇരുണ്ട കാലത്തിൻ്റെ ഓർമ്മ ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കും. വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് മറുനാടനെ സ്നേഹിക്കുന്നവർ ഇതൊക്കെ മനസ്സിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും. നന്ദി, നമസ്കാരം.